എല്ലാവർക്കും വൺസ് അപ്പോൺ എ ടൈം എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരം സുന്ദരി എന്ന ബോളിവുഡ് സിനിമയുടെ കഥയാണ്. ഒരു മലയാളി ഹിന്ദി പ്രണയമാണ് ഫിലിമിന്റെ പ്ലോട്ട്. ജാൻവി കപൂർ, സിദ്ധാർത്ഥ് മൽഹോത്ര തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കൂടാതെ ഒട്ടേറെ മലയാളം ആക്ടേഴ്സും കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് നായകൻ പരമിന്റെ വോയിസ് ഓവർ കേൾപ്പിച്ചുകൊണ്ടാണ്. സിദ്ധാർത്ഥ് മൽഹോത്രയാണ് നായകൻ പരം സച്ദേവ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പരം പറയുകയാണ്, സോൾമേറ്റ്, അതായത് നമ്മുടെ ട്രൂ ലവ്, അങ്ങനെ ഒരാൾ എല്ലാവർക്കും ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു കാര്യം വിശ്വസിച്ച് ഞാനിപ്പോൾ പ്രശ്നത്തിലായി. എന്നിട്ട് നമ്മളെ ഒരാൾ മുണ്ടൊക്കെ മടക്കി കുത്തി പേടിച്ചോടുന്നതാണ് കാണിക്കുന്നത്. കുറെ പേർ അയാളിട്ട് ഓടിക്കുകയാണ്. കേരളമാണ് സ്ഥലം. ആ ഓടുന്നത് മറ്റാരുമല്ല, അതാണ് പരം. അങ്ങനെ ഓടി രക്ഷപ്പെടാൻ വഴിയില്ലാതെ പരം നേരെ കായലിലേക്ക് എടുത്ത് ചാടുകയാണ്. ആ സീൻ അവിടെ കട്ടാകും. എന്നിട്ട് പരം പറയുകയാണ്, ഈ സ്ഥലം എല്ലാം മാറ്റിമറിച്ചു. ആ പെൺകുട്ടിയാണെങ്കിൽ എന്നെ തന്നെ മാറ്റിയെടുത്തു എന്ന്. അവിടെ വെച്ച് ഫിലിമിന്റെ ടൈറ്റിൽ പരം സുന്ദരി എന്ന് എഴുതി കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ പരമിന്റെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അയാൾ ഡൽഹിയിലാണ് താമസിക്കുന്നത്. വലിയ ബിസിനസ്മാനായ പർമീത് സച്ദേവിന്റെ ഒരേ ഒരു മകനാണ് പരം. എന്നും രാവിലെ എണീറ്റ് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു നല്ല ജീവിതം നയിക്കുന്ന ആളാണ് പരം. ആളുടെ ബിസിനസ് എന്ന് പറയുന്നത് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സ്വന്തമായിട്ട് ഒരു ഓഫീസ് സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമൊന്നും പുള്ളിയുടേതല്ല, അച്ഛൻ്റേതാണ്. അങ്ങനെ ഇതുവരെ കുറെ ആപ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാ സ്റ്റാർട്ടപ്പും ഫെയിലായി. അതിലൊന്നും അയാൾ തളരില്ല. വീഴാതെ ആളുകൾക്ക് എണീക്കാൻ പറ്റില്ലല്ലോ എന്നാണ് പരമിൻ്റെ തോട്ട്. പരം പറയുകയാണ്, ഇന്ന് എല്ലാ കാര്യങ്ങളും ട്രാക്ഡ് ആണ്. എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് എണീക്കുന്നത്, നമ്മൾ നടക്കുന്ന സ്റ്റെപ്സ്, അങ്ങനെ തുടങ്ങി എല്ലാം. നമ്മൾ നമ്മളെക്കാളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയാണ് വിശ്വസിക്കുന്നത്. കാരണം അത് ഡേറ്റ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാം കിട്ടണം. ഡേറ്റിംഗ് ആപ്സിൻ്റെ കാര്യം വരുമ്പോഴും ഇതേ സ്പീഡിൽ തന്നെ ആർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ആരെയും കിട്ടും. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് ഒന്നും ഇതുവരെ സക്സസ് ആവാത്തത് കൊണ്ട് ഞാൻ ഈ ലോകം തന്നെ മാറ്റിമറിക്കുന്ന ആ ഒരു ഒറ്റ ഐഡിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പരം പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ ഓഫീസിലേക്ക് എത്തുന്ന പരമിനെയാണ് കാണിക്കുന്നത്. അവിടെ പരമിന്റെ എംപ്ലോയി ആയിട്ടുള്ള ശേഖർ പരമിന് ഫൈൻഡ് മൈ സോൾമേറ്റ് എന്നൊരു ആപ്പിന്റെ ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഡേറ്റിംഗ് ആപ്പാണത്. പക്ഷേ ഇത് ആളുകളെ തമ്മിൽ ഒന്നിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് റിയൽ സോൾമേറ്റ്സിനെ കണ്ടുപിടിക്കാൻ സഹായിക്കും. ഓരോ ആളുകൾക്കും ഓരോ വൈബ്രേഷൻ ഉണ്ട്. അതിനെല്ലാം ഓരോ ഫ്രീക്വൻസിയുമാണ്. അത് നമ്മുടെ സോളുമായി കണക്റ്റഡ് ആണ്. ആ ഫ്രീക്വൻസിയിലുള്ള ആളായിരിക്കും നമ്മുടെ സോൾമേറ്റ്. എക്സ്പെർട്ട് സയൻറ്റിസ്റ്റുമാരും സൈക്കാട്രിസ്റ്റുമാരും ന്യൂറോ സയൻറ്റിസ്റ്റുമാരും ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്താണ് ഈ ആപ്പിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആകെപ്പാടെ ഈ ആപ്പിൽ നമ്മളായിട്ട് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്യുക, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്നെയർ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് ആപ്പ് നമ്മളെ സ്കാൻ ചെയ്തിട്ട് അത് നമ്മുടെ ബോഡി സിഗ്നേച്ചർ നമുക്ക് പറഞ്ഞു തരും. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ആപ്പിന്റെ അൽഗോരിതം ചെയ്തോളും. സോൾമേറ്റിനെ കണ്ടെത്തി തരുമെന്ന് ശേഖർ പറയുകയാണ്. പരമിന് ഐഡിയ ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതത്ര പ്രാക്ടിക്കൽ അല്ലെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ശേഖർ വർക്ക് ആകുമോ ഇല്ലയോ എന്നറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് പരമിന് കൊടുക്കുകയാണ്. പരം തന്നെ സ്വയം അവന്റെ സോൾമേറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ആപ്പ് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ് ശേഖർ ഉദ്ദേശിച്ചത്. അങ്ങനെ തിരികെ വീട്ടിലെത്തിയ പരം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. അച്ഛനോട് തൻ്റെ പുതിയ പ്ലാനൊക്കെ പറഞ്ഞ് കുറച്ച് കാശ് വാങ്ങാനുള്ള പ്ലാനിൽ പരം നിൽക്കുകയായിരുന്നു. അപ്പോഴാണെങ്കിൽ പരമിനെ കണ്ട ഉടനെ അച്ഛൻ പറയുകയാണ്, ഇന്നുവരെ നിന്റെ സ്റ്റാർട്ടപ്പിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഒരുപാട് പണം കൊണ്ടുപോയി കളഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ നിന്റെ ആ ഓഫീസ് വിറ്റ് അതെല്ലാം തിരിച്ചു പിടിക്കും, നല്ലൊരു ബയറിനെ കിട്ടിയിട്ടുണ്ടെന്ന്. അത് കേട്ട് പരം ടെൻഷൻ ആവുകയാണ്. പരം ചോദിക്കും, അച്ഛാ അപ്പോൾ ഞാൻ എവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമെന്ന്. അച്ഛൻ അപ്പോൾ കളിയാക്കിക്കൊണ്ട് പരമിനോട് പറയും, അതിന് നീ എപ്പോഴാണ് ജോലി ചെയ്തിട്ടുള്ളത് എന്ന്. പേടിക്കേണ്ട, നീ എൻ്റെ ഓഫീസിൽ വന്ന് ജോലി ചെയ്തോളാൻ അച്ഛൻ പറയുകയാണ്. അത് കേട്ട് പരം പറയും, ഞാൻ എവിടെ ജോലി ചെയ്താലും അച്ഛൻ്റെ കമ്പനിയിൽ മാത്രം ജോലി ചെയ്യില്ല എന്ന്. അച്ഛൻ അത് കേട്ടിട്ട് വീണ്ടും കളിയാക്കിക്കൊണ്ട് പരമിനോട് പറയും, അതിന് നിന്നോടാരാ ജോലി ചെയ്യാൻ പറഞ്ഞ് ഓഫീസിൽ വന്നിരുന്ന് പ്രോട്ടീൻ ഷേക്കും കുടിച്ചോണ്ട് ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതിയെന്ന്. എന്നിട്ട് പരം അച്ഛനെ കൺവിൻസ് ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ കുറെ നമ്പറൊക്കെ ഇറക്കി കഴിയുമ്പോൾ അച്ഛൻ പരമിൻ്റെ ഐഡിയ കേൾക്കാൻ റെഡിയാകും. അങ്ങനെ പരം ഫൈൻഡ് മൈ സോൾമേറ്റ് ആപ്പിന്റെ കാര്യം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. പരം പറഞ്ഞതെല്ലാം കേട്ടിട്ട്, ഓക്കെ എനിക്കെല്ലാം മനസ്സിലായി, പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും എന്താണ് വേണ്ടതെന്ന് അച്ഛൻ ചോദിക്കും. പരം അപ്പോൾ കൂളായിട്ട് പറയും, എനിക്കിതിൻ്റെ റീസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഒരു 5 കോടി രൂപ എന്ന്. 5 കോടി എന്ന് കേൾക്കുമ്പോൾ അച്ഛൻ്റെ കണ്ണ് തള്ളിപ്പോകും. അദ്ദേഹം പണം തരില്ല എന്ന് പറയും. പരം വീണ്ടും അച്ഛനെ ഓരോ നമ്പർ കാണിച്ച് കൺവിൻസ് ചെയ്യും. അങ്ങനെ അച്ഛൻ പരമുമായിട്ട് ഒരു ഡീൽ വയ്ക്കുകയാണ്. അച്ഛൻ പറയും, നീ ആദ്യം ഈ ആപ്പ് വർക്കാകുമെന്ന് തെളിയിച്ചതാ, 1 മാസത്തിനുള്ളിൽ നിന്റെ സോൾമേറ്റിനെ കണ്ടുപിടിക്കുക, അപ്പോൾ ഞാൻ നിനക്ക് നിന്റെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തരാം. ഒരുപക്ഷെ നീ ഫെയിലായാൽ ഞാൻ ഇത്രയും നാൾ നിനക്ക് വേണ്ടി ചിലവാക്കിയതെല്ലാം തിരിച്ചെടുക്കുമെന്ന്.
പരമിന് അത് കേട്ട് ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിലും അവൻ ആ ഡീലിന് ഓക്കെ പറയും. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുകയാണ്. നെക്സ്റ്റ് പരമിന്റെ ഓഫീസ് കാണിക്കുകയാണ്. ഡീലിന്റെ കാര്യമൊക്കെ പരം ശേഖറിനോടും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ശേഖർ പരമിന് 100% മാച്ച് ആയിട്ടുള്ള ഒരാളെ ആപ്പിൽ നിന്നും കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഈ സമയം പരമിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജഗദീപ് പരമിന് പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഓരോ കുരുട്ടുവഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പരമിന്റെ കൂടെ എല്ലാ വള്ളി പിടിക്കാനും ഈ ഫ്രണ്ടും ഉണ്ടാകും. ജഗദീപ് എന്നാണ് പേര്. ജഗ്ഗി എന്ന് വിളിക്കും. അച്ഛനെ കുറെ കള്ളു കുടിപ്പിച്ചിട്ട് പൈസ ചോദിച്ചാലോ എന്നൊക്കെയാണ് ജഗ്ഗി പരമിന് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ. പരം പക്ഷെ അതൊന്നും മൈൻഡ് ആക്കില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശേഖർ 100% മാച്ച് കിട്ടിയെന്ന് വിളിച്ചു പറയുന്നത്. നങ്ങ്യാർകുളങ്ങര എന്ന സ്ഥലത്താണ് മാച്ച് കാണിക്കുന്നത്. ജഗിക്ക് ആ പേരൊന്നും വായിക്കാൻ പോലും പറ്റുന്നില്ല. അവരെന്തൊക്കെയോ വായിച്ചിട്ട് ഇതെവിടെയാ, വല്ല ആഫ്രിക്കയിലുമാണോ എന്ന് ചോദിക്കും. ശേഖർ അപ്പോൾ പറയും അല്ല, ആലപ്പുഴയിലാണെന്ന്. എന്നിട്ട് ലൊക്കേഷൻ കാണിച്ചു കൊടുക്കും. ഓ, ശ്രീലങ്കയിലാണല്ലേ എന്നാണ് മാപ്പ് കണ്ടിട്ട് ജഗി ചോദിക്കുന്നത്. പരമിന് അത് കേരളമാണെന്ന് മനസ്സിലാകും. തൻ്റെ സോൾമേറ്റ് കേരളത്തിലാണുള്ളതെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് പെൺകുട്ടിയുടെ പേര് കാണിക്കുകയാണ്. തെക്കേപ്പാട്ട് സുന്ദരി ദാമോദരൻ പിള്ള, ഇതാണ് പേര്. ജഗിക്ക് അത് വായിക്കാൻ കൂടി അറിയില്ല. കുട്ടിയുടെ ഫോട്ടോയോ മറ്റു ഡീറ്റെയിൽസോ കിട്ടുമോ എന്ന് നോക്കുമ്പോൾ അവൾ ഒരു സോഷ്യൽ മീഡിയയിലും ഇല്ല. ഫോട്ടോസ് അതുകൊണ്ട് കിട്ടില്ല. പക്ഷേ ഓൺലൈനിൽ നിന്നും അവർക്ക് ആ കുട്ടിയുടെ വീടിൻ്റെ ലൊക്കേഷൻ കിട്ടും. അവളുടെ വീട് ഒരു ഹോം സ്റ്റേയും കൂടിയായിരുന്നു. വീടിൻ്റെ ഫോട്ടോയൊക്കെ അവർ കാണുന്നുണ്ട്. കുറച്ചു നേരം ആലോചിച്ച് നിന്നിട്ട് ബാ, നമുക്ക് കേരളത്തിലേക്ക് പോവാമെന്ന് പരം ജഗ്ഗിയോട് പറയുകയാണ്. ജഗ്ഗിക്ക് അതത്ര നല്ലതായിട്ട് തോന്നില്ല. അവൻ പരമിനെ തടയാൻ നോക്കുകയാണ്. അച്ഛൻ്റെ കയ്യിൽ നിന്നും പണം കിട്ടി സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ സോൾമേറ്റിനെ കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാം വർക്കാകുവാണെങ്കിൽ നമ്മുടെ കാര്യം സെറ്റാകുമെന്ന് പരം പറയും. എന്നിട്ട് ഞാൻ എന്തായാലും കേരളത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പരം അവിടെ നിന്ന് പോകാൻ തുടങ്ങും. നിന്നെ ഞാൻ ഇന്ന് വരെ എവിടേക്കെങ്കിലും ഒറ്റയ്ക്ക് വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ജഗ്ഗിയും പരമിൻ്റെ ഒപ്പം പോകാൻ തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി കേരളത്തിലേക്ക് പോകാൻ ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്നതാണ്. ജഗ്ഗിയാണെങ്കിൽ ഒരു മലയാളം ട്രാൻസ്ലേഷൻ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത്യാവശ്യം ബേസിക് മലയാളമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, പോയി വരാം, വളരെ ഉപകാരം, കണ്ടതിൽ സന്തോഷം എന്നൊക്കെയുള്ള വാക്കുകളാണ് അവൻ പഠിച്ചത്. എന്നിട്ട് തൊട്ടപ്പുറത്തെ സീറ്റിലിരിക്കുന്ന അയാൾ മലയാളിയാണെന്ന് വിചാരിച്ച ജഗ്ഗി തൻ്റെ മലയാളം ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അണ്ണാ നമസ്കാരം, കണ്ടത് ശോഷം എന്നൊക്കെ കുറെ പൊട്ടത്തരം ജഗ്ഗി അയാളോട് പറയും. പക്ഷേ ആ മനുഷ്യൻ ഇവരുടെ തന്നെ നാട്ടുകാരനായിരുന്നു. ജഗ്ഗിക്ക് അയാളുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടും. പരം അവനെ നീ ഇത്രയും റേസിസ്റ്റ് ആകരുതെന്നൊക്കെ വഴക്ക് പറഞ്ഞ് നീക്കിയിരുത്തുകയാണ്. അങ്ങനെ അവർ കൊച്ചിയിലെത്തി. അങ്ങനെ കൊച്ചി എത്തിയ സ്ഥിതിക്ക് ഇനി എല്ലാവരും ബോളിവുഡുകാരുടെ സ്റ്റീരിയോ ടൈപ്പ് കേരളം കാണാൻ റെഡി ആയിട്ടിരുന്നുള്ളൂ. ഓക്കെ. എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങിയിട്ട് ജഗ്ഗി പരമിനോട് വഴക്കുണ്ടാക്കുകയാണ്. ഡൽഹിയിൽ ജീവിച്ച് നമ്മൾ ഇവിടെ എങ്ങനെ എത്തിയേ, ആൾക്കാരൊക്കെ ആയിട്ട് എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ജഗ്ഗി ചോദിക്കുകയാണ്. പരം പറയും, എടാ അത് സാരമില്ല, ഇവിടെ 96% ലിറ്ററസി റേറ്റ് ഉണ്ടല്ലോ, പക്ഷെ നീ ഇങ്ങോട്ടേക്ക് വന്ന സ്ഥിതിക്ക് അതിൽ കുറച്ച് പോയിന്റൊക്കെ കുറഞ്ഞു കാണുമെന്ന്. അങ്ങനെ അവർ ഒരു ടാക്സിയിൽ ആലപ്പുഴയ്ക്ക് പോവുകയാണ്. രാജൻ എന്നാണ് ഡ്രൈവറിൻ്റെ പേര്. വെൽക്കം ടു കേരള എന്നൊക്കെ പറഞ്ഞ് രാജൻ അവരെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ലിറ്ററസി റേറ്റ് ഉള്ളതുകൊണ്ട് രാജനും ബാക്കി മലയാളികളുമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ടാണ് ഫിലിമിൽ കാണിക്കുന്നത്. അങ്ങനെ ഹാപ്പിയായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാജൻ വണ്ടി ഓടിച്ചുകൊണ്ട് കള്ളു കുടിക്കാൻ തുടങ്ങും. എന്നിട്ട് അവർക്കും കൊടുക്കാൻ നോക്കുകയാണ്. അങ്ങനെ വണ്ടി ഒരിടത്ത് ചെന്ന് ഇടിച്ചു നിൽക്കും. എന്നിട്ട് അവർ റോഡിലിറങ്ങി ഒരു KSRTCയിൽ കയറി ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ബസ്സിലൊക്കെ തൂങ്ങി നിന്ന് തിങ്ങിഞ്ഞിറങ്ങിയാണ് അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ അവർ ആലപ്പുഴ എത്തി. എന്നിട്ട് ഒരു ബോട്ടിൽ നങ്ങ്യാർകുളങ്ങരയിലെത്തും. അവിടെ എത്തിയതും നെറ്റ്വർക്കൊക്കെ സ്ലോ ആകുന്നതായിട്ടാണ് കാണിക്കുന്നത്. വലിയ ഇൻ്റർനെറ്റോ മറ്റോ ഒന്നുമില്ലാത്ത ഒരു പ്ലേസ് പോലെ. ജഗ്ഗിയാണെങ്കിൽ ഇവിടെ നെറ്റൊക്കെ കുറവായെന്നും പറഞ്ഞ് ടെൻഷൻ ആകുന്നുമുണ്ട്. അങ്ങനെ അവർ സുന്ദരിയുടെ വീട് അന്വേഷിച്ച് ഒരു കടയിലെത്തി. അവിടുത്തെ ആളോട് ലൊക്കേഷൻ ചോദിക്കുകയാണ്. യൂസഫ് എന്നാണ് കടയുടമയുടെ പേര്. തലയിൽ വലിയ കെട്ടൊക്കെ കെട്ടിയാണ് പുള്ളി നിൽക്കുന്നത്. യൂസഫ് അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കും. കൂടെ സുന്ദരിയായിട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് വാൺ ചെയ്യുന്നുമുണ്ട്. നല്ല അസൽ ഹിന്ദിയിൽ തന്നെയാണ് യൂസഫ് അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ കുറെ നടന്നു കഴിയുമ്പോൾ അവർ അടുത്ത ആൾക്കാരോട് വഴി ചോദിക്കുകയാണ്. ഇത്തവണ കെന്നഡി എന്ന് പറഞ്ഞ ആളോടാണ് വഴി ചോദിക്കുന്നത്. പൊന്മാൻ സിനിമയിൽ ബ്രൂണോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആനന്ദ് മന്മഥനാണ് കെന്നഡി എന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കെന്നഡിക്കൊപ്പം അയാളുടെ കുറെ കൂട്ടുകാരുമുണ്ട്. അവർക്കെല്ലാം കൂടെ ഒരു വർക്ക്ഷോപ്പാണുള്ളത്. കെന്നഡി വഴി പറഞ്ഞു കൊടുക്കുന്നതാണെങ്കിൽ ഗോ സ്ട്രേറ്റ്, ടേക്ക് എ റൈറ്റ് അറ്റ് ദ 6th കോക്കനട്ട് ട്രീ, ദെൻ സ്ട്രേറ്റ്, ദെൻ ടേക്ക് എ യൂട്ടേൺ എന്നൊക്കെ പറഞ്ഞാണ്. പരമിനൊന്നും ഒരു വക മനസ്സിലാകില്ല. കൂടാതെ കെന്നഡിയും സുന്ദരിയുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ഇട്ടോണം എന്നൊക്കെ അവരോട് വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ നടന്ന് അവർ ഒരു തരത്തിൽ തെക്കേപ്പാട്ട് ഹോം സ്റ്റേയിലെത്തും. ആ വലിയ വീട് കണ്ട് ജഗ്ഗി നല്ലപോലെ ഇംപ്രസ് ആകുന്നുണ്ട്. അപ്പോഴാണ് പരം അകത്ത് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ കാണുന്നത്. അതാണ് സുന്ദരി എന്ന് അവന് മനസ്സിലാകും. ജാൻവി കപൂറാണ് സുന്ദരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതിസുന്ദരിയായ സുന്ദരിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ പരമിന് ഒരുപാട് ഇഷ്ടമാകും. പുറത്ത് ആളുകൾ വന്നു നിൽക്കുന്നത് സുന്ദരി കാണുന്നുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്.
എന്നിട്ട് പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള വാക്കത്തി എടുത്ത് പരമൻ്റെ പിന്നിൽ നിന്ന് ഒരാൾക്കിട്ട് കുരങ്ങാന്ന് വിളിച്ച് ഒറ്റയേറ് വെച്ചു കൊടുക്കും. ജസ്റ്റ് മിസ്സിനാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾ സുന്ദരിയുടെ ആ വീട് എങ്ങനെയെങ്കിലും വിൽക്കാൻ വേണ്ടി വന്നതാണ്. സുന്ദരി വീട് വിൽക്കല എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അയാൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. സുന്ദരി എന്നിട്ട് മലയാളത്തിൽ നിങ്ങളോട് ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അയാളെ ഓടിച്ചു വിടുകയാണ്. ആദ്യം ഈ സീൻ കാണുമ്പോൾ സുന്ദരി എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല. സബ്ടൈറ്റിലിട്ടാലേ അവൾ പറയുന്നത് മലയാളമാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത്രയ്ക്ക് ദുരന്തമായിട്ടാണ് സുന്ദരിയുടെ മലയാളം ഡയലോഗ് ഡെലിവറി. പക്ഷെ വീട് വിൽക്കാൻ വന്ന ആ ചേട്ടനൊക്കെ പക്ക മലയാളം തന്നെയാണ് പറയുന്നത്. അങ്ങനെ അയാളെ ഓടിച്ചു വിട്ടിട്ട് സുന്ദരി ഇവരുടെ അടുത്തേക്ക് വരികയാണ്. കയ്യില കത്തിയും പിടിച്ചിട്ടുണ്ട്. സുന്ദരി ഒരു പ്രത്യേക രീതിയിൽ നല്ല അടിപൊളി സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടിയാണ് കേട്ടോ വീട്ടിൽ കൂടെ നടക്കുന്നത്. പരമം ജഗ്ഗിയും വീട് വാങ്ങാൻ വന്നവരായിരിക്കും എന്ന് കരുതി സുന്ദരി അവരോട് ചൂടാവുകയാണ്. ജഗ്ഗി അപ്പോൾ അവൻ കാണാപ്പാടം പഠിച്ച കുറേ പൊട്ട മലയാളമൊക്കെ സുന്ദരിയുടെ അടുത്ത് ഇറക്കുന്നുണ്ട്. കണ്ടതിൽ സന്തോഷം എന്നൊക്കെ ഉള്ളത് കമൽ ഹാസൻ, സന്തോഷി ശിവൻ എന്നൊക്കെയാണ് പറയുന്നത്. പരം അപ്പോൾ ഇവിടെ ഓൺലൈനിൽ റൂം ബുക്ക് ചെയ്തിരുന്നു എന്ന് പറയും. അപ്പോഴാണ് സുന്ദരി അതിൻ്റെ കാര്യം ഓർക്കുന്നത്. അവൾ പറയും, സോറി 2 ദിവസം മുന്നേ ഇവിടെ വലിയ കാറ്റും മഴയും ഒക്കെ വന്നിരുന്നു, അങ്ങനെ ഇൻ്റർനെറ്റൊക്കെ പോയതാണ് എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് മിക്സിലാണ് സുന്ദരിയും ബാക്കിയുള്ളവരുമൊക്കെ സംസാരിക്കുന്നത്. ഒരു മലയാളിയായ സുന്ദരി മലയാളത്തിനെക്കാട്ടിലും നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ടെന്ന് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പരമിൻ്റെയും ജഗ്ഗിയുടെയും ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുക്കുകയാണ് സുന്ദരി. അവൾ തൻ്റെ പേര് പറഞ്ഞ് അവരെ പരിചയപ്പെടുന്നുണ്ട്. തെക്കേപ്പാട്ട് സുന്ദരി ദാമോദരൻ പിള്ളൈ എന്നാണ് തൻ്റെ പേരെന്ന് അവൾ പറയും. പരം അത് കേട്ട് ഒന്ന് ഷോക്കായിട്ട് സുന്ദരി എന്ന് വിളിച്ചോളാമെന്ന് പറയുകയാണ്. വന്നപാടെ പരം സുന്ദരിയോടെ ഫ്ലേർട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. സുന്ദരി എന്നിട്ട് എന്താണ് ഇവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കും. പരം പറയും, താൻ സിറ്റി ലൈഫിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് ഇന്ത്യ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓരോ കൾച്ചറിനെ കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് ഒരു ബുക്കും എഴുതാൻ പോവുകയാണ്. കേരളത്തിനെക്കുറിച്ചാണെങ്കിൽ ഒരുപാട് എഴുതാനുണ്ടല്ലോ എന്നൊക്കെ കുറേ പൊക്കി പറഞ്ഞിട്ട് ഇവിടുത്തെ പൊങ്കലൊക്കെ അടിപൊളിയാണെന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് പൊങ്കലോ എന്ന് സുന്ദരി ചോദിക്കുമ്പോൾ പരം പറയും, അതെ പൊങ്കൽ. ആളുകൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് ടൈഗറുടെ ഡാൻസൊക്കെ കളിച്ച് പൂക്കൾ കൊണ്ട് രംഗോലിയൊക്കെയിട്ട് ആഘോഷിക്കുന്ന സെലിബ്രേഷൻ പൊങ്കൽ എന്ന് പറയുകയാണ് പരം. അത് പൊങ്കലല്ല, ഓണമാണെന്ന് സുന്ദരി പരമിനെ തിരുത്തി കൊടുക്കും. പരം ഓരോന്ന് പറഞ്ഞ് സുന്ദരിനെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ഫൈൻഡ് മൈ സോൾമേറ്റിൻ്റെ ആപ്പിൻ്റെ കാര്യമൊട്ട് പറയുന്നുമില്ല. സുന്ദരി ഇങ്ങനെ ഓണത്തിൻ്റെയും പൊങ്കലിൻ്റെയും ഡിഫറൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ട് ജഗ്ഗി അവിടേക്ക് വന്നിട്ട് പറയും, രണ്ടും സെയിം അല്ലേ, പൊട്ടാറ്റോ എന്ന് പറയുന്നത് പോലെയല്ലേ ഉള്ളൂ എന്ന്. ആ പറഞ്ഞത് സുന്ദരിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ ഉടനെ തന്നെ അനിയത്തി അമ്മുനെ വിളിച്ചിട്ട് ഈ യുപിക്കാർക്ക് റൂം കാണിച്ചു കൊടുക്കുമെന്ന് വിളിച്ചു പറയും. അത് ജഗ്ഗിക്കും പരമനും നന്നായിട്ട് കൊണ്ടു. ജഗ്ഗി പറയും, എക്സ്ക്യൂസ് മീ മാഡം, ഞങ്ങൾ ഡൽഹിയിൽ നിന്നുമാണ് എന്ന്. സുന്ദരി അപ്പോൾ പൊട്ടാറ്റോ എന്ന് ജഗ്ഗി പറഞ്ഞ് അതേ ഡയലോഗ് അവരോട് തന്നെ തിരിച്ചു പറയും. അത് കഴിഞ്ഞ് അമ്മു അവിടേക്ക് വരികയാണ്. സുന്ദരിയുടെ അനിയത്തി അമ്മു ഒരു സ്കൂൾ കുട്ടിയാണ്. അമ്മു സുന്ദരിയെ ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ജഗ്ഗി ചീച്ചിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അമ്മു അവർക്ക് അവരുടെ റൂം കാണിച്ചു കൊടുക്കുകയാണ്. മുകളിലെ നിലയിലാണ് അവരുടെ റൂം. അമ്മു ഒരു ജെൻസി കിഡാണ്. അവൾ പരമനോട് വന്നയുടനെ തന്നെ കമ്പനിയാകും. റൂമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സുന്ദരി പോകാൻ തുടങ്ങുമ്പോൾ പരം അവളെ വിളിച്ച് ഒരു ഹെൽപ്പ് ചെയ്തു തരുമോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ മെമ്മറി ഫോം മാട്രസ് ഉണ്ടോ? എൻ്റെ നടുവിന് അതാണ് നല്ലതെന്ന് പരം സുന്ദരിയോട് പറയും. പരം സുന്ദരിയുമായിട്ട് സംസാരിക്കാൻ മനഃപൂർവ്വം ഒരു ടോപ്പിക് ഉണ്ടാക്കുന്നതാണ്. സുന്ദരിയാണെങ്കിൽ പെട്ടെന്ന് ആലോചിച്ചിട്ട് ഒരു പായ എടുത്തുകൊണ്ട് വന്നിട്ട് പറയും, ഇത് വിരിച്ച് കിടന്നാൽ മതി, നടുവിന് നല്ലതാണെന്ന്. അടുത്തത് പരം തൻ്റെ മൊബൈലിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, എന്താ ചെയ്യുക എന്ന് ചോദിക്കും. അപ്പോൾ സുന്ദരി പരമിനെ ഒരു തെങ്ങ് കാട്ടിക്കൊടുത്തിട്ട് അതിൽ കയറിയിരുന്നാൽ 5G കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് സുന്ദരി പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും പരം വിളിച്ചിട്ട് ഇവിടെ ഒരുപാട് കൊതുകാണെന്ന് പരാതി പറയും. എന്നിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും സുന്ദരി ഇടയ്ക്ക് കയറി പറയും, വൈകുന്നേരം ജനൽ അടച്ചിട്ടാൽ മതിയെന്ന്. അത് കേട്ട് അവൻ ചോദിക്കും, അപ്പോൾ ഞാൻ ഈ പ്രകൃതി മനോഹാരിത എങ്ങനെ ആസ്വദിക്കുമെന്ന്. എന്നാൽ തുറന്നിട്ടെന്ന് സുന്ദരി പറയുമ്പോൾ, അയ്യോ അപ്പോൾ എനിക്ക് മലേറിയ വന്നാലോ എന്ന് പരം ചോദിക്കും. സുന്ദരി പറയും, മലേറിയ പരത്തുന്ന കൊതുക് രാത്രിയാണ് വരുന്നത് എന്ന്. പരം വീണ്ടും ചോദിക്കും, അപ്പോൾ പകലോ എന്ന്. ദേഷ്യം വന്ന സുന്ദരി ഒരു കൊതുകിനെ കൈകൊണ്ട് അടിച്ചുകൊന്ന് കാണിച്ചിട്ട് ഇങ്ങനെ കൊല്ലണമെന്ന് പറയും. എന്നിട്ട് സുന്ദരി അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോൾ പരം വീണ്ടും പിന്നിൽ നിന്ന് വിളിച്ചു ചോദിക്കും, എനിക്ക് ഇവിടുത്തെ സ്ഥലവും ഭാഷയും ഒന്നും അറിയില്ല, അതുകൊണ്ട് എൻ്റെ ഗൈഡ് ആകുമോ എന്ന്. പരം ചോദിച്ചു തീരും മുന്നേ സുന്ദരി നോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേറെ പണിയുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി. പരം രാവിലെ തന്നെ ഒരു ജംവേറൊക്കെ ധരിച്ച് ആ ഗ്രാമത്തിലൂടെ ഓടാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴി ജിൻസി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുമായി പരം അറിയാതെ കൂട്ടിയിടിക്കും. ജിൻസി വീഴാൻ പോകുമ്പോൾ പരം അവളെ സഹായിക്കുന്നുണ്ട്. പരമിനെ കണ്ടപ്പോൾ തന്നെ ജിൻസിക്ക് അയാളോട് ഇഷ്ടം തോന്നുകയാണ്. പരം ജിൻസിയോട് ഇടിച്ചതിൽ സോറി പറയും. പക്ഷെ പരമിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ജിൻസി. പരമിനോട് താങ്ക് യു എന്നാണ് പറയുന്നത്. അത് കേട്ടിട്ട് പരം കിസ് ലേ എന്ന് ചോദിക്കും. എന്തിനാ താങ്ക് യു പറയുന്നേ എന്നാണ് പരം ചോദിച്ചത്. ജിൻസി ആണെങ്കിൽ കിസ് എന്ന് കേട്ടതും ഓക്കെ
എന്നും പറഞ്ഞ് പരമിനെ ഉമ്മ വെക്കാൻ ചെല്ലുവാണ്. പരം പെട്ടെന്ന് വിഷയം മാറ്റും. എന്നിട്ടും ജിൻസിക്ക് പരമിനെ വിടാൻ ഉദ്ദേശമില്ല. താനൊരു നഴ്സാണ്, ഫുൾ ബോഡി ചെക്കപ്പ് വല്ലതും വേണമെങ്കിൽ എൻ്റെ ക്ലിനിക്കിലേക്ക് വന്നാൽ മതിയെന്ന് ജിൻസി പരമിൻ്റെ ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് പറയും. പരം അപ്പോൾ ഇല്ല എന്നും പറഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ പരം ഓടി അവിടുത്തെ ടൗണിലേക്ക് എത്തും. കെനഡിയുടെ ഒക്കെ മുന്നിലേക്കാണ് പരം ചെല്ലുന്നത്. അവർ പരമിനെ വെറുതെ ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് അവർ ആരെയോ കണ്ടിട്ട് എടാ ആശൻ വരുന്നെന്നും പറഞ്ഞ് ഭയങ്കര ബഹുമാനത്തോടെ മാറി നിൽക്കുന്നത്. പരം ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാകാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ബുള്ളറ്റിൽ അവിടേക്ക് വരുന്നത്. ഇതാണ് ഭാർഗവൻ നായർ. ആ നാട്ടിലെ വലിയൊരാളും കളരി പഠിപ്പിക്കുന്ന ആശാനും ഒക്കെയാണ്. ആശാനെ കാണാൻ ചെറുതായിട്ട് രംഗണ്ണനെ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. രഞ്ജി പണിക്കറാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പരം അദ്ദേഹത്തെ പരിചയപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും ആശാൻ പരമിനെ അത്ര മൈൻഡൊന്നുമാക്കില്ല. ആശാൻ പറയും, ഞങ്ങൾ ഈ നാട് ഒരു ക്ഷേത്രം പോലെയാണ് കാക്കുന്നത്, അവിടെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല എന്ന്. എന്നിട്ട് അവരെല്ലാം കൂടെ പരമിനെ മുണ്ടുടുപ്പിക്കും. നിങ്ങളെപ്പോലുള്ള ടൂറിസ്റ്റ് വരുമ്പോൾ ഇവിടെ ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് എന്ന ബോർഡ് വെക്കാനാണ് തോന്നുന്നത് എന്നാണ് ആശാൻ പറയുന്നത്. എന്നിട്ട് മര്യാദയ്ക്ക് ഇരുന്നോണമെന്ന് പേടിപ്പിച്ചിട്ട് ആശാൻ അവിടെ നിന്ന് പോവാണ്. കെനഡിയും ഫ്രണ്ട്സും പരമിനെ പേടിപ്പിച്ച് വാൺ ചെയ്യുന്നുമുണ്ട്. അത് കഴിഞ്ഞ് പരം വീട്ടിൽ ഫ്രണ്ടിനൊപ്പം ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൊതുകിനൊക്കെ പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സുന്ദരി ഇംപ്രസ് ചെയ്യാൻ എന്തു ചെയ്യുമെന്ന് ആലോചിക്കുന്നുമുണ്ട്. അങ്ങനെ പരം പിറ്റേ ദിവസം മുതൽ സുന്ദരി അറിയാതെ അവളെ ഫോളോ ചെയ്ത് അവളുടെ റുട്ടീനും അവൾക്കിഷ്ടമുള്ള കാര്യങ്ങളുമൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ തുടങ്ങും. സുന്ദരി ഡാൻസ് പഠിപ്പിക്കുന്നതും തേങ്ങയിടുന്നതും പുറത്തേക്ക് പോകുന്നതും ഒക്കെ അവർ വാച്ച് ചെയ്യും. ഈ സമയമാണ് നമ്മളെ കാണിക്കുന്നത്. ആ നാട്ടിലെ യുവാക്കളുടെ എല്ലാം ക്രഷാണ് ഈ സുന്ദരി. യൂസഫിൻ്റെയും കെനഡിയുടെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ വൺ സൈഡ് ലവാണ് സുന്ദരി. രുക്മിണി എന്നൊരു ആനയ്ക്ക് ഫുഡ് കൊടുക്കുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെ രണ്ടുപേരും സുന്ദരിയെ ഫോളോ ചെയ്യുന്നുണ്ട്. സുന്ദരിക്ക് ഒരു ഫ്രണ്ടുണ്ട്, പാർവതി എന്നാണ് പേര്. അമ്പിളി ഫിലിമിലൊക്കെ നായികയായി അഭിനയിച്ച തൻവീറാമാണ് പാർവതി എന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് സുന്ദരിയും പാർവതിയും കൂടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഒപ്പം ആശാനുമുണ്ട്. ആശാൻ സുന്ദരിയുടെ അമ്മാവനാണ്. അങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേണുവിൻ്റെ കാര്യം സുന്ദരി അമ്മാവനോട് തിരക്കുന്നുണ്ട്. വേണു അവിടെ ഭയങ്കര തിരക്കിലാണെന്നൊക്കെ അമ്മാവൻ അപ്പോൾ സുന്ദരിയോട് പറയും. അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഫുഡ് കിട്ടാനായിരുന്ന പാവങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു തുണിയും പുതച്ച് നമ്മുടെ പരമും ജഗ്ഗിയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അവർ വേണു എന്ന് കേൾക്കുന്നുണ്ട്. വേണുവിൻ്റെ അർത്ഥം എന്താണെന്ന് ജഗ്ഗി പെട്ടെന്ന് തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കും. അതിൽ വേണു എന്ന് വെച്ചാൽ ഒരു ദൈവമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സുന്ദരി ദൈവത്തിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് വിചാരിക്കും. അത് കഴിഞ്ഞ് അവർ തിരികെ വീട്ടിലെത്തുകയാണ്. സുന്ദരി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പരം അവളെ തന്നെ അവൾ അറിയാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹെഡ്ഫോണിൽ പാട്ടൊക്കെ വെച്ചാണ് സുന്ദരിയുടെ കുക്കിംഗ്. ലാലേട്ടൻ്റെ ശ്രദ്ധ എന്ന മൂവിയിലെ ഒന്ന് തൊട്ടേനെ എന്ന പാട്ടാണ് സുന്ദരി ആസ്വദിച്ച് കേൾക്കുന്നത്. ആ പാട്ട് ഏതാണെന്ന് അറിയാൻ പരം ഒരു ഫോണിൽ ഫോട്ടോയും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് രാത്രി ഫുൾ ആ സോങ് വീണ്ടും വീണ്ടും കേട്ട് പരം അത് മുഴുവൻ കാണാതെ പഠിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് കാണിക്കുകയാണ്. രാവിലെ തന്നെ എന്തോ ബഹളമൊക്കെ കേട്ടാണ് സുന്ദരി ഉറക്കമെണീക്കുന്നത്. അമ്മുവിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഉടനെ തന്നെ സുന്ദരി കാര്യം എന്താണെന്ന് ചെന്ന് നോക്കുമ്പോൾ പരമാണ് ഇന്നത്തെ കുക്കിംഗ് ചെയ്യാൻ കയറിയത്. നോർത്ത് ഇന്ത്യൻ പറാട്ടയാണ് അയാൾ ഉണ്ടാക്കുന്നത്. അത് അമ്മുവിന് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. സുന്ദരിയോടും കഴിക്കാൻ പറഞ്ഞ് പരം അവൾക്കും പറാട്ട കൊടുക്കും. ജഗ്ഗിയും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ സുന്ദരി ഫുഡ് കഴിക്കാൻ ഒരുങ്ങുമ്പോൾ പരം നൈസായിട്ട് രാത്രിയിൽ പഠിച്ച് പാട്ട് മൂളാൻ തുടങ്ങും. അത് കേട്ട് സുന്ദരി അതിശയപ്പെട്ട് പറയും ഇതെൻ്റെ ഫേവറേറ്റ് പാട്ടാണെന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടി അതങ്ങ് പാടാൻ തുടങ്ങും. എൻ്റെ പൊന്നേ, ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്, തോലി ഉരിഞ്ഞു പോകും. സുന്ദരി ഇംപ്രസ്സായി എന്ന് കാണുമ്പോൾ പരം തനിക്ക് മ്യൂസിക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് തള്ളാൻ തുടങ്ങും. സുന്ദരിയാണെങ്കിൽ ഞങ്ങളുടെ ലാലേട്ടൻ ഈ പാട്ടിൽ പെർഫോം ചെയ്യുമ്പോൾ അത് കാണാൻ വേറൊരു ഭംഗി തന്നെയാണെന്ന് പറയും. അപ്പോൾ പരം പറയും അതെ, അദ്ദേഹമല്ലേ സൗത്തിലെ സൂപ്പർ സ്റ്റാർ, എന്തൊരു സ്റ്റൈലും സ്വാഗുമാണ്, ഇന്ത്യയിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അദ്ദേഹത്തെ അറിയാം അല്ലേടാ ജഗ്ഗി എന്ന് ചോദിക്കുമ്പോൾ ജഗ്ഗി അതേന്ന് പറഞ്ഞ് പെട്ടെന്ന് ലുങ്കി ഡാൻസ് പാട്ടും പാടി ഡാൻസ് കളിക്കാൻ തുടങ്ങും. പരമവും ഒപ്പം കൂടും. അവന്മാർ രജനികാന്തിനെയാണ് ലാലേട്ടനാണെന്ന് കരുതി വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് സുന്ദരി പറയും രജനി സാർ തമിഴ് സൂപ്പർ സ്റ്റാറാണ്, നിങ്ങൾ മുന്നേ പാടിയത് ഒരു മലയാളം പാട്ടാണെന്ന്. അത് കേട്ടിട്ട് ജഗ്ഗി പറയും അതിലൊക്കെ എന്തിരിക്കുന്നു, രണ്ടും സൗത്ത് തന്നെയല്ലേ എന്ന്. അത് കേട്ടിട്ട് സുന്ദരിയുടെ കൺട്രോൾ പോകും. ദേഷ്യത്തിൽ സുന്ദരി ജഗ്ഗിക്ക് ഇന്ത്യയെക്കുറിച്ച് ഒരു ലെക്ചർ തന്നെ എടുത്തു കൊടുക്കും. കേരള മലയാളം മോഹൻലാൽ, തമിഴ്നാടു തമിഴ് രജനീകാന്ത്, ആന്ധ്രാപ്രദേശ് തെലുഗു അല്ലു അർജുൻ, കർണാടക കന്നഡ യഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇഡ്ഡലിയും ദോശയും ഒന്നുമല്ല ഇന്നും കഴിക്കുന്നത്, എല്ലാവരെയും മദ്രാസി എന്നുമല്ല വിളിക്കുന്നത്, നിങ്ങളാണ് ഞങ്ങളെക്കാൾ നല്ലതെന്നാണോ വിചാരം? അല്ല, ഞങ്ങൾക്കാണ് ഹയസ്റ്റ് ലിറ്ററസി റേറ്റും ഫീമെയിൽ ടു മെയിൽ റേഷ്യോയും ഒക്കെ ഉള്ളത്. നിങ്ങൾ നോർത്ത് ഇന്ത്യൻസോ ഇല്ലിറ്ററേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം തേങ്ങ എന്നും ദേഷ്യത്തോടെ പറഞ്ഞ് സുന്ദരി അവിടെ നിന്ന് പോവാണ്. ജഗ്ഗിയും പരമുമാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ അവിടെ തന്നെ നിന്ന് പോകും. പരമിൻ്റെ സുന്ദരീനെ ഇംപ്രസ് ചെയ്യാനുള്ള ചാൻസ് ചീറ്റിപ്പോയി.
അതുകൊണ്ട് പരം ഒരു പാത്രത്തിൽ ഫുഡും എടുത്തുകൊണ്ട് സുന്ദരിനെ തപ്പി വെളിയിലേക്ക് വരികയാണ്. അവിടെങ്ങും അവളെ കാണുന്നില്ല. അപ്പോഴാണ് ഒരു തേങ്ങ താഴേക്ക് വീഴുന്നത്. അത് കണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ദാ സുന്ദരി തെങ്ങിന്റെ മുകളിലിരിക്കുന്നു. സുന്ദരി മരത്തിന്റെ മണ്ടിലിരിക്കുന്നത് കണ്ടിട്ട് ഇതെങ്ങനെ കയറിയെന്നൊക്കെ പരം ചോദിക്കുന്നുണ്ട്. സുന്ദരി കുറെ തേങ്ങ വെട്ടി താഴെ ഇടുകയാണ്. മുന്നേ നടന്നതിന് പരം സുന്ദരിയുടെ മാപ്പൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും, എന്നോട് ദേഷ്യം കാണിച്ചോളൂ, പക്ഷെ ഫുഡിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇറങ്ങി വന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കൂ, ഞങ്ങൾ നോർത്ത് ഇന്ത്യൻസ് ഫുഡൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന്. അങ്ങനെ സുന്ദരി താഴേക്ക് ഇറങ്ങി വരികയാണ്. ആ വരവ് കണ്ടിട്ട് ടാർസനെ പോലുണ്ടല്ലോ എന്നൊക്കെ പരം പറയുന്നുണ്ട്. സുന്ദരി ആ ഫുഡ് കുറച്ചെടുത്ത് കഴിച്ചു നോക്കും. അവൾക്കതിഷ്ടമായി. നല്ല തല്ലേ എന്ന് പരം ചോദിക്കുമ്പോൾ മണ്ണുണ്ണി എന്ന് സുന്ദരി പരമിനെ വിളിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ പരം അതാരാ എന്ന് ചോദിക്കും. അപ്പോൾ ഇഡിയറ്റ് എന്നാണ് മീനിങ് എന്ന് സുന്ദരി പറഞ്ഞു കൊടുക്കും. അത് കേട്ട് പരം ചിരിക്കുകയാണ്. എന്നിട്ട് സുന്ദരിയുടെ അടുത്ത് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കും. എന്നിട്ട് ചോദിക്കും, ഈ മണ്ണുണ്ണി നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ സുന്ദരിക്ക് ഒരു ഐഡിയ തോന്നും. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് സുന്ദരി പരമിനെയും കൂട്ടിക്കൊണ്ട് അമ്മാവൻ്റെ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നതാണ്. അമ്മാവൻ അവിടെ ശങ്കരൻ ട്രോഫി എന്ന പേരിൽ നടക്കാൻ പോകുന്ന ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ ആളുകളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവരുടെ നാട്ടുകാർക്ക് ശങ്കരൻ ട്രോഫി വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്തവണയെങ്കിലും കപ്പടിക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് ആശാനും ആളുകളും. അവർക്കത് അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആളുകൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് അമ്മാവൻ അവരെ വഴക്ക് പറയുകയാണ്. ഇത് കണ്ടിട്ട് ഈ കളവനെന്താ ഇവിടെ എന്ന് പരം അറിയാതെ ചോദിച്ചു പോകും. അപ്പോൾ സുന്ദരി അവനൊന്ന് പീഡിപ്പിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ശങ്കരൻ ട്രോഫി ഓണത്തിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണെന്നും അതിന്റെ പ്രാക്ടീസ് ആണ് നടക്കുന്നത് എന്നും അഭിമാന പ്രശ്നമാണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കും. ആശാൻ തന്റെ അമ്മാവനാണെന്നും അവൾ പരമിനോട് പറയുന്നുണ്ട്. അമ്മാവനോട് സുന്ദരി വേണുവിനെ വിളിച്ചു വരുത്ത് അവനെല്ലാം നോക്കിക്കൊള്ളുമെന്ന് വീണ്ടും പറയുന്നുണ്ട്. അങ്ങനെ അമ്മാവനും സുന്ദരിയും കൂടെ സംസാരിക്കുകയാണ്. രണ്ടുപേരും മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന പരം എനിക്കിതിന് സബ്ടൈറ്റിൽ കിട്ടുമോ എന്ന് സുന്ദരിയോട് ചോദിക്കുകയാണ്. സുന്ദരി അമ്മാവന് പരമിനെ പരിചയപ്പെടുത്തി കൊടുക്കും. പരം തന്റെ ഹോം സ്റ്റേയിൽ താമസിക്കാൻ വന്ന ആളാണെന്ന് പറയും. അപ്പോൾ പരമും ആശാനെ അമ്മാവനെന്ന് കയറി വിളിക്കുകയാണ്. അത് കേട്ട് അമ്മാവൻ പരമിനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട്, ഞാൻ സുന്ദരിയുടെ അമ്മാവനാണ്, അല്ലാതെ നിന്റെ അല്ല, എൻ്റെ പേര് ഭാർഗവനാണെന്ന് പറഞ്ഞു കൊടുക്കും. സുന്ദരി എന്നിട്ട് അമ്മാവനോട് പരമിന് നമ്മുടെ കൾച്ചറൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്, അവന് കളരിപ്പയറ്റ് പഠിപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുകയാണ്. അമ്മാവൻ ഇതൊന്നും കുട്ടിക്കളിയല്ല, ഈ ബട്ടർ ചിക്കന് ഇത് വല്ലതും മനസ്സിലാകുമോ എന്ന് പരമിനെ കളയാക്കിക്കൊണ്ട് പറയും. ബട്ടർ ചിക്കൻ എന്ന് കേട്ട ഉടനെ പരം അവർ തന്നെ കളയാക്കിയതാണെന്ന് മനസ്സിലാക്കാതെ ബട്ടർ ചിക്കൻ ഞങ്ങളുടെ നാഷണൽ ഡിഷാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സന്തോഷത്തോടെ സംസാരിക്കാൻ തുടങ്ങും. സുന്ദരി അപ്പോൾ അമ്മാവനോട് പറയും, ഈ പരമിന് 2 അടിയുടെ കുറവുണ്ട്, അതാ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നതെന്ന്. അമ്മാവനപ്പോൾ കാര്യം മനസ്സിലാകും. പരം ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മാവൻ പരമിന് അവിടുത്തെ ചെറിയൊരു ആയുധം എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ പരം തനിക്ക് ഈ പിള്ളേർ കളിക്കുന്ന സാധനങ്ങളൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഉറുമിയാണ് ചൂസ് ചെയ്യുന്നത്. അമ്മാവൻ ഇത് തന്നെ വേണോ എന്ന് പരമിനോട് ഒന്നുകൂടെ ചോദിക്കുന്നുണ്ട്. പരം അപ്പോൾ ഒരു പരിചയം കൂടി എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അമ്മാവൻ അപ്പോൾ പറയും, എന്നാൽ നിന്റെ ഫൈറ്റ് മാത്തുക്കുട്ടിയുമായി നടക്കാൻ പോവുകയാണെന്ന്. ഫൈറ്റ് എന്ന് കേൾക്കുമ്പോൾ പരമിന്റെ കിളി പോകും. അങ്ങനെ അമ്മാവൻ മാത്തുക്കുട്ടിയെ വിളിക്കുകയാണ്. ഇതാണ് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടി വന്ന് ഉറുമി കൊണ്ട് കുറെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചപ്പോൾ തന്നെ പരമിന്റെ പകുതി ജീവൻ പോയി. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടിയുള്ള ഫൈറ്റ് തുടങ്ങുവാണ്. പരമിനാണെങ്കിൽ ഉറുമിയും പരിചയം എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് പോലും അറിയില്ല. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അമ്മാവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം അവനെ കൈയൊഴിയും. ഈ സമയം സുന്ദരിയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ ഇരുന്ന് പരമിന്റെ പേര് പറഞ്ഞ് cheer ചെയ്യുകയാണ്. പരമിന് അങ്ങനെ ഫൈറ്റ് ചെയ്യുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ ഫൈറ്റ് തുടങ്ങുകയാണ്. മാത്തുക്കുട്ടിയുടെ മുന്നിൽ പരമിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. വലിയൊരു അറ്റാക്കിൽ നിന്നും പരം കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ ഒരു വഴിയും ഇല്ലാതാകുമ്പോൾ പരം മാത്തുക്കുട്ടിയുടെ കണ്ണിൽ മണ്ണ് വാരിയെറിയും. പ്രോപ്പറായിട്ട് കണ്ണു കാണാൻ പറ്റാത്തത് കൊണ്ട് മാത്തുക്കുട്ടിക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു ചാൻസ് ആക്കി എടുത്ത് പരം അയാളുടെ തലക്കിട്ട് കയ്യിലിരിക്കുന്ന 2 പരിചയം കൊണ്ടടിച്ച് അയാളെ താഴെ വീഴ്ത്തും. അങ്ങനെ ഫൈറ്റ് പരം ജയിച്ചു. ഇത് സുന്ദരിക്കും അമ്മാവനും വലിയ സർപ്രൈസ് ആയിപ്പോയി. പരം ജയിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. എന്നിട്ട് സുന്ദരിയുടെ മുന്നിൽ കിടന്ന് ഒന്നുകൂടി ഷോ കാണിക്കാൻ വേണ്ടി ഉറുമിയെടുത്ത് അഭ്യാസം കാണിക്കുമ്പോൾ അത് സ്വന്തം ദേഹത്ത് കൊണ്ട് പരമിന് ചെറിയൊരു മുറിവുണ്ടാകുന്നുണ്ട്. ആ ചോര കണ്ട് പരം സ്പോട്ടിൽ തല കറങ്ങി വീഴും. അങ്ങനെ ആ സീൻ അവിടെ കട്ടാവുകയാണ്. അത് കഴിഞ്ഞ് സുന്ദരിയെ കാണിക്കുകയാണ്. സുന്ദരി പരമിനെയും കൂട്ടി നദിക്കരയിൽ വന്ന് പരമിൻ്റെ മുറിവിൽ വെക്കാൻ മുറുകൂട്ടി എന്ന് പറഞ്ഞ് മരുന്ന് പറിച്ചെടുക്കുകയാണ്. പച്ചില പറിച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുത്ത് അവൾ പരമിൻ്റെ മുറിവിൽ തേച്ചു കൊടുക്കും. ഇൻഫെക്ഷൻ ആകുമോ എന്നൊക്കെ പരമിന് പേടിയുണ്ട്. അപ്പോൾ സുന്ദരി പറയും, ഇത് മുറുകൂട്ടിയാണ്, 2 ദിവസം കൊണ്ട് മുറിവെല്ലാം കരിഞ്ഞോളുമെന്ന്. അത് കേട്ടിട്ട് മാത്തുക്കുട്ടിയിൽ നിന്നും മുറുകൂട്ടി വരെ എത്തിയോ ഒരു കുട്ടി എന്നെ മുറിവേൽപ്പിച്ചു, വേറൊരു ക്യൂട്ടി ആ മുറിവ് ഫിക്സ് ചെയ്തുവെന്ന് സുന്ദരി നോക്കി ചിരിച്ചുകൊണ്ട് പരം പറയുകയാണ്. അങ്ങനെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയുടെ കയ്യിൽ കിടക്കുന്ന മോതിരം ആ മുറിവിൽ കൊള്ളും. അതുകൊണ്ട് സുന്ദരി ആ മോതിരം അവിടെ അഴിച്ചു വെച്ചിട്ട് പരമിന് മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരം തനിക്ക് മരുന്ന് വെച്ച് തരുന്ന സുന്ദരിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അത് കാണുമ്പോൾ, ഇന്ന് നിങ്ങളല്ലേ ഫുഡ് ഉണ്ടാക്കിയത്, നാളെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടല
എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സുന്ദരി അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. സുന്ദരിയും അനിയത്തെയും കൂടി ടെൻഷനായി എന്തോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് പരം അമ്മുവിനോട് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അമ്മു പറയും ചേച്ചിക്ക് അമ്മ കൊടുത്ത റിംഗ് എവിടെ മിസ്സായി പോയെന്ന്. പരം ചോദിക്കും അതെവിടെ മിസ്സായെന്ന്. അതറിയുമായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ കിടന്ന് തിരയുമായിരുന്നു, പൊട്ടനാണല്ലേ എന്ന് ചോദിച്ചിട്ട് അമ്മ അവിടെ നിന്നും പോകും. അപ്പോഴാണ് പരമിന് തലേന്നത്തെ കാര്യം ഓർമ്മ വരുന്നത്. പരം ഉടനെ തന്നെ ജഗ്ഗിയെയും കൂട്ടി നദിക്കരയിലേക്ക് മോതിരം തപ്പി പോവുകയാണ്. കുറെ തപ്പിയിട്ടും അവർക്ക് കിട്ടിയില്ല. ജഗ്ഗി പറയുന്നുമുണ്ട് വലിയ ഡയമണ്ട് റിംഗ് ഒന്നുമല്ലല്ലോ, നമുക്ക് പോകാമെന്ന്. അങ്ങനെ പരം വെള്ളത്തിലിറങ്ങി അവിടെയൊക്കെ നോക്കുമ്പോൾ മോതിരം അവിടെ കിടന്ന് കിട്ടുകയാണ്. പരമിന് ഒരുപാട് സന്തോഷമാകും. ഈ സമയം ജഗ്ഗിയാണെങ്കിൽ മടി പിടിച്ച് അപ്പുറത്ത് പോയി കിടന്നുറങ്ങുകയായിരുന്നു. അങ്ങനെ മോതിരം കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് തന്റെ തൊട്ടു മുന്നിൽ രുക്മിണി ആന വന്ന് നിൽക്കുന്നത് പരം കാണുന്നത്. പരം പേടിച്ചു പോകും. അവൻ ജഗ്ഗിയെ രക്ഷിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ മണ്ടൻ ആനയെ കണ്ടിട്ട് അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ജഗ്ഗി പറയും എടാ ആന നിന്നെ പിടിച്ച് തിന്നൂടാ എന്നൊക്കെ. അത് കേട്ട് പരം അവനോട് വിവരമില്ലാത്തവനെ ആന സസ്യാഹാരമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ജഗ്ഗി ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് എങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്. രുക്മിണിയാണെങ്കിൽ ഈ സമയം പരമിനെ തുമ്പിക്കൈയിലെടുത്ത് കഴിഞ്ഞു. രുക്മിണിജി എന്നെ വെറുതെ വിടണേ, ഞാൻ അറിയാണ്ട് നിങ്ങളുടെ ബാത്റൂമിൽ വന്നതാ എന്നൊക്കെ പറഞ്ഞ് പുഞ്ചിരി നഞ്ചി കൊഞ്ചിക്കോ എന്ന പാട്ടൊക്കെ പരം അവൻ്റെ ഭാഷയിൽ പാടിക്കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ഗുണവുമില്ലെന്ന് കാണുമ്പോൾ എന്നാൽ ഞാൻ പഞ്ചാബി സോങ് പാടാമെന്നും പറഞ്ഞ് കാല ചുഷ്മ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറക്റ്റ് സമയത്ത് സുന്ദരി അവിടേക്ക് വന്ന് രുക്മിണി അവനെ വിടൂ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ആന പരമിനെ നിലത്തേക്കിടും. എന്നിട്ട് ആനയോട് നീ ധൈര്യമുണ്ടെങ്കിൽ ഡൽഹിയിലേക്ക് വായെന്ന് പറഞ്ഞിട്ട് പരം എണീറ്റ് പോവുകയാണ്. ജഗ്ഗി സുന്ദരിയെ വിളിക്കാൻ ഓടിപ്പോയതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് സുന്ദരിയും പരമും കൂടി വെള്ളച്ചാട്ടത്തിനടുത്തിരിക്കുന്നതാണ്. മോതിരം പരം സുന്ദരിക്ക് കൊടുക്കും. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. പരമിനോട് സുന്ദരി താങ്ക്സ് ഒക്കെ പറയും. എന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരത്തിനിടയിൽ സുന്ദരിയുടെ പേരൻസിനെ കുറിച്ച് പരം ചോദിക്കുന്നുണ്ട്. അവൾ പറയും അച്ഛനായിരുന്നു എൻ്റെ ലൈഫിലെ ഹീറോ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അച്ഛൻ മാജിക്ക് പോലെ സോൾവ് ചെയ്ത് തരുമായിരുന്നു. അച്ഛൻ പറയുമായിരുന്നു ലാലേട്ടൻ്റെ പാട്ടും ഒരു കട്ടനും തീർക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ എന്ന്. എന്നിട്ട് അവർ അവിടെ ഇരുന്ന് ഓരോ കട്ടനൊക്കെ കുടിച്ചിങ്ങനെ വർത്തമാനം പറയുകയാണ്. പരം സുന്ദരിയെ തന്നെ നോക്കിയിരുന്ന് അവൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സുന്ദരി തനിക്ക് ഗൈഡിനെ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പരം പറയും. അപ്പോൾ സുന്ദരി പറയും നാളെ കറക്റ്റ് 5 മണിക്ക് തന്നെ റെഡിയായിരുന്നുള്ളൂ, ഞാൻ നിങ്ങളെ ഈ നാടും സ്ഥലവും ഒക്കെ കാണിച്ചു തരാമെന്ന്. പരമിന് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അവർ അടുത്ത ദിവസം രാവിലെ തന്നെ നാട് ചുറ്റാൻ ഇറങ്ങുകയാണ്. ഇവിടെയാണ് പരദേശിയ എന്ന മനോഹരമായ പാട്ട് വരുന്നത്. അതിമനോഹരമായ സ്ഥലങ്ങളിലൂടെയെല്ലാം അവർ യാത്ര ചെയ്യുകയാണ്. ഒപ്പം അവർ തമ്മിൽ വളരെ അടുക്കുന്നുമുണ്ട്. പരം ഇവിടുത്തെ അടിപൊളി ഭക്ഷണമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല സ്പൈസി ആണെങ്കിലും സുന്ദരിയുടെ സന്തോഷത്തിന് അവൻ ഫുഡെല്ലാം മുഴുവൻ കഴിക്കും. അങ്ങനെ അവർ ബോട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരമിന് എങ്ങനെയാണ് അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് സുന്ദരി പറഞ്ഞു കൊടുക്കുകയാണ്. സുന്ദരി പറയും തുഴയുമ്പോൾ ഋതം ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഋതം പോയാൽ ബോട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആകും. ലൈഫിലും അങ്ങനെ തന്നെയാണെന്ന്. അങ്ങനെ ഒരു ബോട്ട് തുഴഞ്ഞ് സമയം ഇരുട്ടാറായി. മഴയും പെയ്യാൻ തുടങ്ങും. മഴ നനയാതിരിക്കാൻ അവർ അടുത്തുള്ള ചർച്ചിലേക്കാണ് ഓടിക്കയറുന്നത്. പരം പള്ളിക്കകത്ത് കണ്ട ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് സുന്ദരിക്ക് തല തോർത്താൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അവളിങ്ങനെ തലതോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയുടെ സൗന്ദര്യം കണ്ട പരം അവളെ ഇങ്ങനെ ഒരു നിമിഷം നോക്കി നിന്ന് പോകും. അങ്ങനെ തലതോർത്തി കഴിഞ്ഞാണ് പരം എടുത്തുകൊണ്ട് തന്ന ആ തുണി അച്ഛന്മാരെ പള്ളിയിൽ ഉപയോഗിക്കുന്നതാണെന്ന് സുന്ദരിക്ക് മനസ്സിലാകുന്നത്. അവൾ പരമിനെ വഴക്ക് പറയുന്നുണ്ട്. പരം അത് എടുത്തെടുത്ത് തിരിച്ച് അതേപടി കൊണ്ടുചെന്ന് വെക്കും. എന്നിട്ട് ദൈവത്തിനോട് തന്നെ തെറ്റ് പൊറുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പെട്ടെന്ന് അപ്പോൾ ദൈവം തന്നോട് സംസാരിക്കുന്നത് പോലെ പരം അഭിനയിക്കാൻ തുടങ്ങും. ഡ്രസ്സ് തലതോർത്താൻ എടുത്തതിന് അദ്ദേഹം ക്ഷമിച്ചിരിക്കുന്നെന്ന് പറഞ്ഞുവെന്ന് പരം സുന്ദരിയോട് പറയും. എന്നിട്ട് പരം അൾത്താരയിൽ കയറി നിന്ന് വീണ്ടും ദൈവം തന്നോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ കുറെ പാപകരമായ ചിന്തകൾ ഉണ്ടെന്ന്, അതുകൊണ്ട് കൺഫസ് ചെയ്യാൻ പറ്റിയ ചാൻസ് ആണ്, എല്ലാം തുറന്നു പറഞ്ഞോളൂ എന്ന് പരം സുന്ദരിയോട് പറയുകയാണ്. ആദ്യമൊന്നും മടിച്ചെങ്കിലും സുന്ദരിയും കൺഫസ് ചെയ്യാൻ തുടങ്ങും. അവൾ പറയും എനിക്ക് എൻ്റെ ജോലി ഒട്ടും ഇഷ്ടമല്ല എന്ന്. അത് കേട്ട് പരം അതിശയത്തോടെ പറയും നിങ്ങളെ കണ്ടാൽ അങ്ങനെ പറയില്ല എന്ന്. അപ്പോൾ സുന്ദരി പറയും എനിക്ക് ഈ ഹോം സ്റ്റേയും ഹോസ്പിറ്റാലിറ്റിയും ക്ലീനിങ്ങും കുക്കിങ്ങും ഒന്നും ഒട്ടും ഇഷ്ടമല്ല. എപ്പോഴും ഇങ്ങനെ ചിരി ഫിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നടക്കണം. ആളുകൾ വരുന്നതിനേക്കാൾ എനിക്ക് അവർ തിരിച്ചു പോകുമ്പോഴാണ് സന്തോഷമെന്ന്. പരം ഇത് കേട്ടിട്ട് എങ്കിൽ വേറെ എന്തെങ്കിലും പാഷനായിട്ടുള്ള ഒരു ജോലി ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ സുന്ദരി പറയും എനിക്ക് മോഹിനിയാട്ടമാണ് ഏറ്റവും ഇഷ്ടമെന്ന്. അത് കേട്ട് പരം പറയും അന്ന് വന്ന ദിവസം ഞാൻ ഡാൻസ് കണ്ടിരുന്നു, നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് എന്ന്. അത് കേട്ട് സുന്ദരിക്ക് ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് ഇപ്പോൾ ഡാൻസ് കളിച്ച് കാണിക്കണമെന്ന് പറയുകയാണ് പരം. അത് കേട്ട് സുന്ദരി ചോദിക്കും ഇവിടെ ഇങ്ങനെ കളിക്കാനാ, ചർച്ചല്ലേ, പോരാത്തതിന് പാട്ടുമില്ലല്ലോ എന്ന്. പരം പക്ഷേ അതൊന്നും സാരമില്ല എന്ന് പറയും. അങ്ങനെ പരമിന്റെ നിർബന്ധത്തിന് വഴങ്ങി സുന്ദരി ആ ചർച്ചിൽ മോഹിനിയാട്ടം കളിച്ചു കാണിക്കുകയാണ്. പരമും അവൾക്കൊപ്പം ചുമ്മാ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സുന്ദരി ഒരു പ്രൊഫഷണൽ ഡാൻസറാണ്. കലാമണ്ഡലത്തിൽ നിന്നുമാണ് മോഹിനിയാട്ടം പഠിച്ചത്. സ്വന്തമായിട്ട് അവൾക്കൊരു ഡാൻസ് സ്റ്റുഡിയോയും ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും സുന്ദരിയിൽ ഒരുപാട് പ്രൗഡായിരുന്നു. അങ്ങനെയിരിക്കെയാണ് അവർ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഡാൻസ് സ്റ്റുഡിയോയിൽ നിന്നും അത്ര വരുമാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മാവൻ പറഞ്ഞത് പ്രകാരം വീട് ഹോം സ്റ്റേ ആക്കി മാറ്റിയത്. ഈ കാര്യങ്ങളൊക്കെ സുന്ദരി പരമിനോട് പറയും.
രണ്ടുപേർക്കും കുറച്ച് വിഷമമാകുന്നുണ്ട്. അപ്പോൾ പരം വീണ്ടും ദൈവം തന്നോട് സംസാരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണ്. എന്നിട്ട് പറയും ദൈവം സുന്ദരിയുടെ കാര്യത്തിൽ ഒരുപാട് ഹാപ്പിയാണെന്ന് പറഞ്ഞുവെന്ന്. അത് കേട്ട് അവൾ ചിരിക്കുന്നുണ്ട്. പരം മുന്നോട്ട് ചോദിക്കും, ആ കിളവന്റെ വാക്ക് കേട്ടാണോ ഇത്രയും വലിയൊരു സ്റ്റെപ്പ് എടുത്തത് എന്ന്. സുന്ദരി അപ്പോൾ പരമിനെ ഒന്ന് നോക്കി പേടിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ എല്ലാ ഡിസിഷൻസും അമ്മാവൻ പറയുന്നതനുസരിച്ചാണ് എടുക്കുന്നതെന്ന് പറയും. പരം പറയും അതാണ് പ്രശ്നം, ആ വീട് വിറ്റ് ക്യാഷ് ആക്കിയിട്ട് എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൂടെ എന്ന്. സുന്ദരി അപ്പോൾ ദേഷ്യത്തോടെ പറയും ആ വീടും ഞാനുമായിട്ട് ഒരു ബന്ധമുണ്ട്, അങ്ങനെയൊന്നും അത് വിൽക്കാൻ പറ്റില്ല എന്ന്. അത് കേട്ട് പരം പറയും എൻ്റെ ലോജിക്ക് സിമ്പിളാണ്, ഞാൻ സ്വാതന്ത്ര്യത്തിലാണ് വിശ്വസിക്കുന്നത്. കാരണം നമ്മളൊരു കാര്യത്തിന് എത്രത്തോളം മുറുകെ പിടിക്കുന്നോ അത്രയും അത് നമ്മളെ വിട്ടുപോകുമോ എന്ന പേടി ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് ലീവ് ഫ്രീ എന്ന് പറഞ്ഞ് പരം സുന്ദരിയെ ചർച്ചിന്റെ മുന്നിലേക്ക് വിളിച്ചുകൊണ്ടുപോയി അവൾക്കൊപ്പം ഡാൻസ് കളിക്കാൻ തുടങ്ങുകയാണ്. സുന്ദരി മാറിപ്പോകാൻ നോക്കുന്നുണ്ട്, എങ്കിലും പരം അവളെ ചേർത്ത് നിർത്തി ഡാൻസ് ചെയ്യുകയാണ്. പരം എന്നിട്ട് പറയും ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നോട്ടിയായിട്ടുള്ള കൺഫെഷൻസ് ഉണ്ടാകുമെന്നാണ് കരുതിയത് എന്ന്. അങ്ങനെയൊന്നും ലൈഫിൽ ചെയ്തിട്ടില്ലേ എന്ന് അവൻ ചോദിക്കും. സുന്ദരി അത് കേട്ടിട്ട് അയ്യേ എന്നും പറഞ്ഞു പോവാൻ തുടങ്ങുകയാണ്. ഓക്കെ, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പരം പറയുമ്പോൾ സുന്ദരി പറയും ഒരു തവണ കോളേജ് സ്റ്റാഫ് റൂമിൽ വെച്ച് കിസ് ചെയ്തിട്ടുണ്ട് എന്ന്. അത് കേട്ടിട്ട് പരം ഷോക്ക് ആയതുപോലെ അഭിനയിക്കും. എന്നിട്ട് സുന്ദരി തിരിച്ച് പരമിനോട് താൻ എന്തെങ്കിലും നോട്ടിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. പരം അപ്പോൾ ഒരു കൂസലുമില്ലാതെ ടെന്നീസ് കോർട്ടിൽ, ബുർജ് ഖലീഫയുടെ ബാൽക്കണിയിൽ, കാറിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു ലിസ്റ്റ് നിർത്താൻ തുടങ്ങും. അത് കേട്ട് മതി മതി, അപ്പോൾ നീ ഒരു പ്ലേ ബോയ് ടൈപ്പാണല്ലേ എന്ന് സുന്ദരി പരമിനോട് ചോദിക്കുകയാണ്. എന്നിട്ട് പറയും നിങ്ങൾക്കപ്പോൾ ശരിക്കും പെൺകുട്ടികളെ വീഴിക്കാൻ അറിയാമല്ലേ എന്ന്. അത് കേട്ട് പരം ചിരിച്ചോണ്ട് ചോദിക്കും അതെന്താ വീഴാൻ പോകുന്നത് പോലെ തനിക്ക് തോന്നുന്നുണ്ടോ എന്ന്. ഞാനങ്ങനെ വീഴുന്ന ടൈപ്പ് അല്ലെന്ന് സുന്ദരി പറയുകയാണ്. അപ്പോൾ പരം പറയും കുഴപ്പമില്ല വീണോളൂ, ഞാൻ നിങ്ങളെ പിടിച്ചോളാമെന്ന്. അങ്ങനെ അവർ കണ്ണും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പരം പറയുന്നത് കേട്ടിട്ട് സുന്ദരിക്ക് എന്തോ പോലെ ഫീൽ ആകുന്നുണ്ട്. ഇതൊക്കെ ഒരു പള്ളിക്കകത്ത് വെച്ചാണ് നടക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. എന്തു പറ്റിയെന്ന് പരം ചോദിക്കുമ്പോൾ സുന്ദരി പറയുകയാണ് ബ്രെയിൻ ഒരു കാലി കോക്കനട്ട് പോലെയും എൻ്റെ ഹൃദയം കള്ളു കുടിച്ച് ഫിറ്റായി ഡാൻസ് കളിക്കുന്നത് പോലെയും തോന്നുകയാണ് എന്ന്. എന്നിട്ട് രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പരം തനിക്കും സുന്ദരിയോട് ഒരു കാര്യം കൺഫസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എന്തോ സംസാരിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് പരമിന് ഒരു കോൾ വരും. ശേഖറാണ് കോൾ ചെയ്തത്. നിങ്ങൾ കേരളത്തിലേക്ക് പോയിട്ട് 2 ആഴ്ചയായില്ലേ, ഫണ്ടിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു, അഡ്വാൻസ് അടയ്ക്കാമോ അല്ലെങ്കിൽ ഞാൻ വേറെ ഇൻവെസ്റ്റേഴ്സിനെ നോക്കിക്കൊള്ളാമെന്ന് ശേഖർ പറയുകയാണ്. പരം പറയും ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിത് എന്തായാലും ചെയ്യും, ഞാൻ അഡ്വാൻസ് ഉടനെ തന്നെ അയക്കാമെന്ന്. എന്നിട്ട് പരം തിരിച്ച് തൻ്റെ കൺഫെഷൻ പൂർത്തിയാക്കാൻ വേണ്ടി സുന്ദരിയുടെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ പാവസുന്ദരി അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പരം അത് കണ്ടിട്ട് അവരും അടുത്തിരുന്ന് ഉറങ്ങാൻ തുടങ്ങും. അന്ന് പരമിന് തൻ്റെ കൺഫെഷൻ നടത്താനായില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടി പള്ളിയിൽ നിന്നും തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. തൻ്റെ ഗൈഡായതിന് നന്ദി, കേരളം ശരിക്കും മനോഹരമാണെന്ന് പരം സുന്ദരിയോട് പറയും. അപ്പോൾ പരമിന് വീണ്ടും ഒരു കോൾ വരികയാണ്. സുന്ദരി അപ്പോൾ ബൈ പറഞ്ഞ് തിരികെ വീട്ടിലേക്കും പോകും. അങ്ങനെ തിരികെ പോകുന്ന സുന്ദരിയെ നോക്കി നിൽക്കുകയായിരുന്ന പരം അപ്പോഴാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ജിൻസിയെ കാണുന്നത്. പരമിനെ കണ്ട ഉടനെ ജിൻസി നേരെ കോഴിത്തരം പുറത്തെടുക്കാൻ തുടങ്ങും. അത് മൈൻഡാക്കാതെ തിരിഞ്ഞു നിന്നപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാഴ്ച പരം കാണുന്നത്. നമ്മുടെ ജഗ്ഗി അത് അവിടെ ഒരു കൈലിയൊക്കെ എടുത്ത് പാർവതിയുടെ അടുത്ത് നിന്ന് കൊഞ്ചിക്കൊഴിയുന്നു. നിനക്കെന്താടാ പറ്റിയെന്ന് പരം അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ജഗ്ഗി അവൻ്റെ മലയാളത്തിൽ പറയും നങ്ങ്യാർ കുളങ്ങര എന്നെ ഫുൾ മാറ്റി, എനിക്കിപ്പോൾ എൻ്റെ മൈൻഡ് പറയുന്നത് കേൾക്കാം, ഇതാണിപ്പോൾ എൻ്റെ ലോകമെന്ന്. ജഗ്ഗിയുടെ മലയാളം കേട്ട് പരം ഷോക്കായി പോകും. എന്നിട്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ജഗ്ഗി പറയും ഞാൻ ജഗ്ഗിയല്ല ജഗന്നാഥനാണ്, നമസ്കാരമെന്ന്. നീ എങ്ങനെ ഇത്ര നല്ല പോലെ മലയാളം പറയാൻ പഠിച്ചെന്ന് ചോദിക്കുമ്പോൾ ജഗ്ഗി പറയും ഒരു ഭാഷ പഠിക്കാൻ ഏറ്റവും നല്ലത് ആ ഭാഷക്കാരെ പ്രേമിക്കുന്നതാണ് എന്ന്. ഇതെല്ലാം ജഗ്ഗി മലയാളത്തിലാണ് പറയുന്നത്. പരമിന് പറഞ്ഞതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് ഇതെല്ലാം ജഗ്ഗി ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കും. അതായത് ജഗ്ഗി പാർവതിയുമായി പ്രേമത്തിലായി. പാറു എന്നാണ് പാർവതിയെ അയാൾ വിളിക്കുന്നത്. ഇതാണ് എൻ്റെ പ്രേമമെന്ന് പറഞ്ഞ് ജഗ്ഗി പാർവതിയെ പരമിന് പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് ജഗ്ഗിയെ വിളിച്ചുകൊണ്ടുപോയി പരം ശേഖർ വിളിച്ച കാര്യം പറയും. എന്തായാലും അച്ഛൻ്റെ കയ്യിൽ നിന്നും പെട്ടെന്ന് പണം കിട്ടത്തില്ലാത്തത് കൊണ്ട് പരം തൻ്റെ പക്കലുള്ള കുറച്ച് സ്റ്റോക്കും ക്രിപ്റ്റോയും ബോൺസും ഒക്കെ വിറ്റ് അഡ്വാൻസ് കൊടുക്കാനാണ് തീരുമാനിക്കുന്നത്. കാരണം ഈ ആപ്പ് നല്ലതുപോലെ വർക്കാകുമെന്ന് പരമിന് ഉറപ്പാണ്. സുന്ദരി തന്നെ സോൾമേറ്റ് തന്നെയാണെന്ന് അവൻ ജഗ്ഗിയോട് പറയും. എന്നിട്ട് ആ സീൻ അവിടെ കട്ടാവുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ ആ നാട്ടിൽ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതാണ് കാണിക്കുന്നത്. ഈ സമയം പരമാണെങ്കിൽ മുണ്ടെടുക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ആ വഴി വന്ന സുന്ദരി ഇത് കാണുന്നത്. അത് കണ്ട് സുന്ദരി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ്. പരം അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും. അങ്ങനെ പരമിനെ മുണ്ടെടുക്കാൻ സുന്ദരി സഹായിക്കുകയാണ്. അങ്ങനെ മുണ്ടൊക്കെ ഉടുത്തു കഴിഞ്ഞു. പരമിനെ ആവേശത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. സുന്ദരിയും അത് പറയും. അപ്പോൾ പരം എന്തോ ഒരു കുറവുള്ളതുപോലെ എക്സ്പ്രഷൻ കാണിച്ചിട്ട് സുന്ദരിയെ പിടിച്ചു അടുത്ത് നിർത്തുകയാണ്. എന്നിട്ട് ഇപ്പോഴാണ് ശരിക്കും ഭംഗിയായതെന്ന് പറയും.
സുന്ദരിക്ക് അത് കേട്ട് നാണം വരുന്നുണ്ട്. അങ്ങനെ ആ നാട്ടിലെ ഓണപരിപാടികൾക്കൊക്കെ തുടക്കമായി. സുന്ദരി കുടുംബത്തോടൊപ്പം അമ്പലത്തിലേക്ക് പോയതാണ്. പിന്നാലെ നമ്മുടെ പരമും ജഗ്ഗിയുമുണ്ട്. ജഗ്ഗി പരമിനോട് ചോദിക്കും എപ്പോഴാണ് സുന്ദരിയുടെ ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നത് എന്ന്. ഇപ്പോൾ തന്നെ പറയാൻ പോവാണ് എന്ന് പറഞ്ഞ് പരം സുന്ദരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ പരം അവളെ പിടിച്ചു നിർത്തി സംസാരിക്കാൻ നോക്കുമ്പോൾ തിരക്ക് കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് പരമന്റെ പിന്നിലായി ആരോ നിൽക്കുന്നത് കണ്ട് സുന്ദരി സന്തോഷത്തോടെ ഷോക്കാകുന്നത്. ഒരു യുവാവായിരുന്നു അവിടെ നിന്നിരുന്നത്. സുന്ദരി സന്തോഷം കൊണ്ട് ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിക്കുകയാണ്. അതാണ് വേണു, അമ്മാവന്റെ മകൻ. വേണു ഒരാളാണെന്ന് പരം അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം കണ്ട് പരം അവിടെ അങ്ങനെ കിളി പറന്ന് നിൽക്കുകയാണ്. അമ്മാവൻ എന്നിട്ട് സുന്ദരിയെയും വേണുവിനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ രണ്ടുപേരെയും കൊണ്ടു നിർത്തിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ? സുന്ദരിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹവും ഇത് തന്നെയായിരുന്നല്ലോ. അതുകൊണ്ട് സുന്ദരിയുടെയും വേണുവിൻ്റെയും വിവാഹം നടത്താൻ പോവുകയാണ്. ഇന്നേക്ക് 10ാം ദിവസം, അതായത് തിരുവോണത്തിൻ്റെ അന്നാണ് വിവാഹമെന്ന്. പരമിന് ഒന്നും മനസ്സിലാകില്ല. അടുത്ത് നിൽക്കുന്ന അമ്മുവിനോട് ചോദിക്കുമ്പോഴാണ് അവന് കാര്യം മനസ്സിലാകുന്നത്. പരം നടന്ന സംഭവങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ആ സീൻ കട്ടാകും. അടുത്തത് നമ്മളെ കാണിക്കുന്നത് പരം കുളക്കരയിൽ വിഷമത്തോടെ മീനിന് തീറ്റ കൊടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അമ്മു അവിടേക്ക് വന്ന് പരമിനെ സദ്യ കഴിക്കാൻ വിളിക്കും. സദ്യ ഒന്നും വേണ്ട മോളെ, എൻ്റെ വയറൊക്കെ എപ്പോഴേ നിറഞ്ഞു എന്ന് പരം അമ്മുവിനോട് പറയും. അങ്ങനെ അമ്മു പോകാൻ തുടങ്ങുമ്പോൾ പരം അമ്മുവിനെ തിരിച്ചു വിളിച്ച് വേണുവിനെ കാണിച്ചുകൊണ്ട് ചോദിക്കും, അയാളേതാ, എന്താ ഇവിടെയെന്ന്. അമ്മു അങ്ങനെ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. വേണുഗോപാൽ ഭാർഗവൻ എന്നാണ് ഫുൾ നെയിം. അമ്മാവന്റെ മകനാണ്. ചെറുപ്പം മുതലേ എല്ലാ കാര്യത്തിലും അയാൾ ഒന്നാമനാണ്. ഡാൻസ്, പഠിത്തം, സ്പോർട്സ്, കളരി എല്ലാത്തിലും പുള്ളി ചാമ്പ്യനാണ്. കുട്ടിക്കാലം മുതലേ വേണു സുന്ദരി മാരിഡ് കപ്പിളിനെ പോലെ തന്നെയായിരുന്നു. വേണു ഡോക്ടറാകാൻ വേണ്ടി അബ്രോഡ് പോയി. സുന്ദരി ആർട്സ് പഠിക്കാൻ മുംബൈക്കും പോയി. അവരുടെ ലോങ് ഡിസ്റ്റൻസ് ഫ്രണ്ട്ഷിപ്പ് പതിയെ ഇല്ലാതാക്കാൻ തുടങ്ങി. ഇടയ്ക്കൊക്കെ അവർ വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ അവർക്കിടയിൽ സ്പാർക്ക് പോയിട്ടുണ്ടായിരുന്നു. സുന്ദരി അങ്ങനെ മോഹിനിയാട്ടത്തിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിരുന്നു. അവൾ കേരളത്തെ പ്രൗഡാക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. ഇതെല്ലാം മാർച്ച് 15 വരെ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും മരിച്ചത് അന്നാണ്. അത് കഴിഞ്ഞ് റെസ്പോൺസിബിലിറ്റീസ് എല്ലാം സുന്ദരിയുടെ തലയിലായി. അങ്ങനെ വീടും അതിഥികളെയും പരിപാലിച്ച് അവൾ സ്വയം പരിപാലിക്കാൻ മറന്നുപോയി. വീട്ടുജോലികൾ കാരണം അവൾക്ക് മറ്റൊന്നിനും നേരമുണ്ടായിരുന്നില്ല. ആകപ്പാടെ സങ്കടത്തിലും ഒറ്റപ്പെടലിലുമായിരുന്നു സുന്ദരി. അപ്പോഴാണ് അമ്മു ഇതൊക്കെ കണ്ടിട്ട് ചേച്ചിയുടെ സോൾമേറ്റിനെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചത്. അമ്മു എല്ലാ ഡേറ്റിംഗ് ആപ്പിലും സുന്ദരിയുടെ പേരിൽ പ്രൊഫൈൽ ഉണ്ടാക്കി. പക്ഷെ സുന്ദരി ഈ കാര്യം പറഞ്ഞിട്ട് എല്ലാ ആപ്പും ഡിലീറ്റ് ആക്കി കളഞ്ഞു എന്ന് അമ്മു പറയുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് പരം ചോദിക്കും, അപ്പോൾ അമ്മു ആണല്ലേ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് എന്ന്. എല്ലാം കേട്ടിട്ട് അവൻ നേരെ സുന്ദരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സുന്ദരി ആളുകൾക്ക് സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് പരമം ഒരു പാത്രം കൊണ്ട് വിളമ്പാൻ ചെല്ലും. അവിടെയാണെങ്കിൽ കെന്നഡിയും ഫ്രണ്ട്സും സുന്ദരിയുടെ കല്യാണം ഉറപ്പിച്ച് തെറിഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. കല്യാണം നിശ്ചയിച്ചതിൽ പരം സുന്ദരിയുടെ കൺഗ്രാറ്റ്സ് പറയും. അപ്പോൾ അവൾ മനസ്സോടെ പരമിനോട് താങ്ക്സ് പറയുന്നുണ്ട്. എന്നിട്ട് പരം ചോദിക്കും, ഈ വേണുവിൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ലായിരുന്നല്ലോ, ഒന്ന് ചർച്ചിലും കൺഫസ് ചെയ്തില്ലല്ലോ എന്ന്. സുന്ദരി പറയും, അത് കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളുടെ കല്യാണം പേരൻസ് എല്ലാവരും കൂടി തീരുമാനിച്ചതായിരുന്നു. ഇത്ര പെട്ടെന്ന് കല്യാണം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ ഞാനും സർപ്രൈസായി പോയി എന്ന്. അത് കേട്ട് പരം ചോദിക്കും, ഇവിടെയൊക്കെ എങ്ങനെയാണോ കല്യാണം നടക്കുന്നത്? പേരൻസ് ആണോ എല്ലാം തീരുമാനിക്കുന്നത്? മാരേജ് സുന്ദരിയുടെ അല്ലേ? അപ്പോൾ സുന്ദരിയുടെ സമ്മതമൊന്നും ചോദിക്കില്ലേ എന്ന്. അപ്പോൾ സുന്ദരി പറയും, വേണുവും ഞാനും ചെറുതിലെ മുതൽ ഒരുമിച്ചായിരുന്നു. വേണു എൻ്റെ സ്കൂൾ മേറ്റും സ്റ്റഡി മേറ്റും കളറി മേറ്റും ഒക്കെയാണ് എന്ന്. അപ്പോൾ പരം ഇടയ്ക്ക് കയറി ചോദിക്കും, അതുകൊണ്ട് വേണു തന്നെ സോൾമേറ്റ് ആകുമെന്ന് ഉറപ്പുണ്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ സുന്ദരിക്ക് ഫീൽ ആകുന്നുണ്ട്. പരമന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ അവൾ ഒഴിഞ്ഞു മാറുകയാണ്. സുന്ദരി പറയും, അമ്മയും അച്ഛനും ഇതാണ് ആഗ്രഹിച്ചത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇവരാണ് എന്നെ നോക്കിയത്. അപ്പോൾ ഇവർ പറയുന്നത് തന്നെയായിരിക്കും എനിക്ക് നല്ലത് എന്ന്. പരം പറയും, താൻ ഇപ്പോഴും എൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടില്ല എന്ന്. സുന്ദരി അപ്പോൾ പരമിൻ്റെ അടുത്തു നിന്നും പോവുകയാണ്. അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് വേണുവിൻ്റെ മുന്നിലേക്കാണ്. സുന്ദരിയുടെ മുഖം കണ്ടിട്ട് എന്തുപറ്റി, എല്ലാം ഓക്കെ അല്ലേ എന്ന് വേണു ചോദിക്കുന്നുണ്ട്. സുന്ദരി അതിന് എല്ലാം ഓക്കെയാണെന്ന് മറുപടി നൽകും. അപ്പോഴാണ് സുന്ദരിയുടെ കാലിൽ നിന്നും ഊരിപ്പോയ പാദസ്വരം വേണു അവളെ കാണിക്കുന്നത്. എന്നിട്ട് വേണു തന്നെ അത് അവളെ അണിയിക്കുകയാണ്. എന്നിട്ട് വേണു പറയും, തനിക്ക് വിവാഹത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ അതത്ര ബാഡ് ഐഡിയ ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോഴല്ല ഞാൻ നിന്റെ ഫിയോൺസെ ആയത്. നമ്മൾ അല്ലെങ്കിലും ചൈൽഡ്ഹുഡ് മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിച്ച് വേണു സുന്ദരിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതൊക്കെ കുറച്ച് മാറി നിന്ന് പരം ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി പുറത്തേക്ക് പോവുകയാണ്. വേണുവിൻ്റെയും സുന്ദരിയുടെയും പിന്നാലെ തന്നെ പരമം ജഗ്ഗിയുമുണ്ട്. കൂടാതെ അവരുടെ തൊട്ടു പിന്നിലായി നമ്മുടെ പ്രിയ വാര്യറും നടന്നു വരുന്നുണ്ട്. പുള്ളിക്കാരി ഈ ഒരൊറ്റ സീനിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ജഗ്ഗി പറയും, നമുക്ക് സുന്ദരി തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഐഡിയ നോക്കണം, അല്ലെങ്കിൽ ആപ്പും പൈസയും എല്ലാം പോകുമെന്ന്. സുന്ദരിയെ തട്ടിക്കൊണ്ടു പോകാമെന്നാണ് ജഗ്ഗി പറയുന്ന പ്ലാൻ. പരം അതൊന്നും വലിയ മൈൻഡ് ആക്കില്ല. പരം എന്നിട്ട് ശേഖറിനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് ചോദിക്കും,
എൻ്റെ സോൾമേറ്റിന് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് പോലെ മറ്റൊരു സോൾമേറ്റ് ഉണ്ടെങ്കിൽ ആ വ്യക്തി എൻ്റെ സോൾമേറ്റ് ആയിരിക്കുമോ അതോ മറ്റു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ സോൾമേറ്റ് ആയിരിക്കുമോ എന്ന്. ശേഖർ പറയും, ഈ ലോകത്തിൽ ഒരാൾക്ക് ആരോട് വേണമെങ്കിലും കെമിസ്ട്രി ഉണ്ടായേക്കാം, പ്രണയത്തിലുമാകാം, പക്ഷെ സോൾമേറ്റ് ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോൾമേറ്റ്സ് തമ്മിൽ ഒന്നായില്ലെങ്കിൽ രണ്ടുപേർക്കും അവരുടെ ലൈഫിൽ സന്തോഷം ഉണ്ടാവുകയില്ല എന്ന്. അത് കേൾക്കുമ്പോൾ പരമിന് ആശ്വാസമാകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയും, ഫസ്റ്റ് സുന്ദരിക്ക് ഞാൻ അവളുടെ സോൾമേറ്റ് ആണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. അതിന് ആദ്യം ഈ നാട്ടുകാരുടെ മനസ്സിനെ കീഴടക്കണം. അതിനെന്തെങ്കിലും വഴി കണ്ടെത്തണമെന്ന്. അങ്ങനെ ഒരു വഴി എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് അമ്മാവൻ നാട്ടുകാരെ വിളിച്ച്, ഇത്തവണ എന്തായാലും ശങ്കരൻ ട്രോഫി നമുക്ക് തന്നെ സ്വന്തമാക്കണം, അതിന് ബാക്കി ആഘോഷവും മദ്യപാനവും മടിയും ഒക്കെ മാറ്റിവെച്ച് ഇപ്പോൾ തന്നെ പ്രാക്ടീസ് തുടങ്ങണമെന്ന് പറയുന്നത് കാണുന്നത്. അപ്പോൾ ഇത് കേട്ട് പെട്ടെന്നൊരു ഐഡിയ തോന്നി പരമും ജഗ്ഗിയും കൂടെ അവിടേക്ക് ചെല്ലുകയാണ്. അവർക്കും മത്സരത്തിൽ പങ്കെടുക്കാനാണ് ആഗ്രഹം. അങ്ങനെ മത്സരങ്ങൾ തുടങ്ങുകയാണ്. ഓണം വരെ അവ നീണ്ടു നിൽക്കും. 8-9 ടീമുകൾ പങ്കെടുക്കുന്നുമുണ്ട്. അങ്ങനെ ആദ്യത്തെ ഗെയിം നടക്കാൻ പോവുകയാണ്. ലെമൺ ആൻഡ് സ്പൂൺ റേസ്, അതാണ് ആദ്യത്തെ മത്സരം. ഇത് പിള്ളേരുടെ ഗെയിം അല്ലെന്ന് ചോദിച്ച് പരമും ജഗ്ഗിയും ഗെയിം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ഗെയിമിന് പേര് കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി അമ്മാവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മുനെയും അവർ റെക്കമെൻഡ് ചെയ്യാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ആ നാട്ടുകാർക്കോ അവരുടെ ബന്ധുക്കളോ അല്ലാത്തവർക്ക് ശങ്കരൻ ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അമ്മാവൻ പറയും. അവരുടെ ഐഡിയ പാളിപ്പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജഗ്ഗിക്ക് അമ്മുനെ കണ്ടിട്ട് ഒരു ഐഡിയ തോന്നുന്നത്. ജഗ്ഗി പറയും, അമ്മുനെ നീ ഒരു രാഖി കെട്ടിക്കൊടുക്കുക, അപ്പോൾ അവൾ നിന്റെ പെങ്ങളായില്ലേ, ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ എന്ന്. അത് കേട്ട് പരം പറയും, നല്ല സൂപ്പർ ഐഡിയ, ഞാൻ അമ്മുന് രാഖി കെട്ടുകയാണെങ്കിൽ അവൾ എൻ്റെ സഹോദരിയാകും, അപ്പോൾ അവളുടെ ചേച്ചി എൻ്റെ ആരായിട്ട് വരുമെന്ന്. ജഗ്ഗിക്ക് അങ്ങനൊരു കാര്യം കൂടി ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. ഈ സമയം പാർവതി അവിടേക്ക് വരികയാണ്. പരം ഒരു ഐഡിയ തോന്നി പാർവതിയെ കൊണ്ട് രാഖി കെട്ടിക്കും. അപ്പോൾ പരം അവളുടെ ബ്രദറായല്ലോ. എന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. രാഖി കെട്ടിയത് കൊണ്ട് അമ്മാവന് മത്സരത്തിൽ കൂടേണ്ടെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ പരം ആദ്യത്തെ ഗെയിമിന് പേര് കൊടുക്കും. അമ്മാവന് അവൻ പങ്കെടുക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. സുന്ദരിയും ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഗെയിം തുടങ്ങാറായി. പരം ഫുൾ കോസ്റ്റ്യൂമിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വേണുവും മറ്റു കുറേ പേരും പങ്കെടുക്കുന്നുണ്ട്. പരമിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പി പോറ്റി എന്ന് പറഞ്ഞ പൊക്കം കുറഞ്ഞ ഒരാളാണ്. പോറ്റി എന്നുള്ള പേര് കേട്ടിട്ട് അയാളെ പരം വിയഡായി ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഗെയിം തുടങ്ങും. കാണുന്നത് പോലെ അത്രയ്ക്ക് സിമ്പിൾ ആയിരുന്നില്ല ഗെയിം. നാരങ്ങയുള്ള സ്പൂണും കടിച്ചു പിടിച്ചുകൊണ്ട് അത് താഴെ വീഴാതെ അവർക്ക് കുറച്ച് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. വേണുവും പരമും തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. പെട്ടെന്ന് പരം ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എല്ലാവരും അവൻ്റെ പേര് വിളിച്ച് ചിയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കണ്ടിട്ട് അവൻ പെട്ടെന്ന് സുന്ദരിയെ നോക്കുമ്പോൾ പരമിൻ്റെ ബാലൻസ് പോയി അവൻ വീഴും. വേണുവിനെ കൂടി അവൻ അറിയാതെ തട്ടി വീഴ്ത്തുന്നുണ്ട്. രണ്ടുപേരുടെയും നാരങ്ങ പോയി. ഗെയിം തോറ്റു. ആ ഗെയിം ജയിച്ചതാണെങ്കിൽ പി പോറ്റിയുമാണ്. എല്ലാവരും നിരാശരായി പോകും. അമ്മാവനാണെങ്കിൽ പരമിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നല്ലപോലെ വഴക്ക് പറയുകയും ചെയ്യും. പരമിനോട് ഇനി ഗെയിമിലൊന്നും പങ്കെടുക്കരുത് എന്ന് അമ്മാവൻ അവനെ താക്കീത് ചെയ്ത് പറഞ്ഞുവിടും. ഹീറോ ആകാൻ വന്നിട്ട് പരം നാട്ടുകാരുടെ മനസ്സിൽ വില്ലനായി. അമ്മാവൻ പരമിനെ വഴക്ക് പറയുന്നത് കണ്ടിട്ട് സുന്ദരിക്ക് വിഷമമാകുന്നുണ്ട്. പരമിന് ആകെപ്പാടെ സങ്കടം വരും. ആ സീൻ അവിടെ കട്ടാവുകയാണ്. നെക്സ്റ്റ് രാത്രിയിൽ നടക്കുന്ന തോൽ പാവക്കൂത്ത് കാണാൻ ആളുകൾ വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ കൂട്ടത്തിൽ പരമും വന്നിരിപ്പുണ്ട്. അപ്പോൾ അവിടേക്ക് സുന്ദരി വരികയാണ്. പരമിനോട് അവൾ ഇന്ന് ഗെയിം നന്നായിട്ട് കളിക്കാൻ നോക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ പരമിന് ഇപ്പോഴും അതിൻ്റെ വിഷമം മാറിയിട്ടില്ല. സുന്ദരി എന്നിട്ട് ആ കാണുന്നത് വല്ലതും മനസ്സിലാകുന്നുണ്ടോ എന്ന് പരമിനോട് ചോദിക്കുകയാണ്. പുള്ളിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യമാണ് തോൽപാവക്കൂത്തിൽ കാണിക്കുന്നത്. പരം പറയും, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഓണത്തെക്കുറിച്ചല്ലേ, ഏതോ ഒരു ഭഗവാന്റെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ. അപ്പോൾ സുന്ദരി പറയും, ഭഗവാന്റെ അല്ല, അസുരന്റെ ആണെന്ന്. എന്നിട്ട് അവൾ മഹാബലിയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. സുന്ദരി പറയും, മഹാബലി ഒരു അസുരനായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ രാജ്യത്തെ ആളുകൾ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഇത് കണ്ടിട്ട് ഇന്ദ്രന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇന്ദ്രൻ വിഷ്ണു ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞു മഹാബലിയെ നിലയ്ക്ക് നിർത്തണമെന്ന്. വിഷ്ണു ഭഗവാൻ അതിന് സമ്മതിച്ചു. എന്നിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ ഭഗവാൻ മഹാബലിയുടെ മുന്നിൽ പോയി 3 അടി മണ്ണ് ചോദിച്ചു. മഹാബലി നൽകാമെന്നേറ്റു. പെട്ടെന്ന് ആ കൊച്ചുകുട്ടി ഭീമാകാരനായി മാറി. ആദ്യത്തെ 2 സ്റ്റെപ്പിൽ തന്നെ ആകാശവും ഭൂമിയും മുഴുവൻ അളന്നെടുത്തു. ഇനി 3ാമത്തെ സ്റ്റെപ്പ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് മഹാബലി സ്വന്തം തല താഴ്ത്തി കൊടുത്തു. വിഷ്ണു ഭഗവാൻ തന്റെ കാല് അദ്ദേഹത്തിന്റെ തലയിൽ വെച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി കളഞ്ഞു. സുന്ദരി അങ്ങനെ സ്റ്റോറി ഫുൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇതിലൊരു മെസ്സേജ് ഉണ്ടെന്ന് പറയും. ആളുകൾക്ക് മഹാബലിയെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് ഓണം ആഘോഷിക്കുന്നത്. അദ്ദേഹം തോൽവിയിലും ആളുകളുടെ ഹൃദയം കവർന്നു. നിങ്ങൾ ഇന്ന് ചെയ്തതുപോലെ തന്നെയെന്ന് സുന്ദരി പരമിനെ നോക്കി പറയുകയാണ്. അത് കേട്ട് പരമിന് ഒരുപാട് സന്തോഷമാകും. അവന്റെ മൈൻഡൊക്കെ ശരിയാകുന്നുണ്ട്. ആ സീൻ അവിടെ കട്ടാകും. അത് കഴിഞ്ഞ് നമ്മളെ ഓണത്തിന്റെ ബാക്കി കോമ്പറ്റീഷൻസ് നടക്കുന്നതാണ് കാണിക്കുന്നത്. അതിൽ അത്തപ്പൂക്കളും കോമ്പറ്റീഷൻ വരുമ്പോൾ പരം സുന്ദരിക്ക് പൂവൊക്കെ എടുത്തു കൊടുത്ത് സഹായിക്കുന്നുണ്ട്. വേണുവാണെങ്കിൽ സുന്ദരിയുടെ തന്നെ ഫോട്ടോ അത്തപ്പൂക്കളം ഇട്ട് അവളെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. പരമിന് ഇതൊക്കെ മാറി നിന്ന് കണ്ട് ജലസാകാനേ പറ്റുന്നുള്ളൂ. കാരണം അമ്മാവൻ ഇവിടേക്കൊന്നും അടുത്തേക്ക് പോകലെന്ന് വാൺ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ മിക്ക ഗെയിംസിലും വേണുവാണ് ലീഡ് ചെയ്യുന്നത്. എല്ലാവരെയും സഹായിച്ചു പരമും അവർക്കൊപ്പമുണ്ട്. സുന്ദരി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് ഇനി മോഹിനിയാട്ടം കോമ്പറ്റീഷനാണ്. സുന്ദരി നല്ലതുപോലെ കോൺഫിഡൻ്റ് ആണ്. പരം അവിടേക്ക് വന്ന് അവളെ ചീർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് വേണു അവിടേക്ക് വരുന്നത്. അതുകൊണ്ട് പരം സുന്ദരിയോട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ തന്നെ സുന്ദരി പെർഫോം ചെയ്യും. എല്ലാവർക്കും അവളുടെ പെർഫോമൻസ് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സുന്ദരി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പരം അവളുടെ അടുത്തേക്ക് വന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും. സുന്ദരി വേഗം തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിൽക്കും. പക്ഷേ പരം മഴയത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പഴയൊരു ഹിന്ദി പാട്ടും പാടി അവളെ മഴയത്തേക്ക് വലിച്ചിറക്കും. എന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. സുന്ദരി പരമനോട് പറയും, താൻ ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇനി ചെയ്യരുത് എന്ന്. അപ്പോൾ പരം പറയും, ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ, താൻ അങ്ങനെ വീഴുന്ന കൂട്ടത്തിൽ അല്ലെന്നല്ലേ പറഞ്ഞതെന്ന്. അത് കേൾക്കുമ്പോൾ സുന്ദരിക്ക് വീണ്ടും ഫീൽ ആകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരു കാർ വന്ന് നിൽക്കുകയാണ്. വേണുവായിരുന്നു അതിൽ. സുന്ദരിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതായിരുന്നു. സുന്ദരി വേഗം തന്നെ കാറിലേക്ക് കയറും. നോക്കുമ്പോൾ ദാ പരമം ബാക്കിലെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞു. എന്നിട്ട് കാർ പോവുകയാണ്. അടുത്തത് നെക്സ്റ്റ് മോർണിംഗ് ആണ് കാണിക്കുന്നത്. പരമിനെ അച്ഛൻ കോൾ ചെയ്യുകയാണ്. പറഞ്ഞ ടൈം കഴിയാൻ ഇനി 3 ദിവസം കൂടെ ബാക്കിയുള്ളൂ. സോൾമേറ്റിനെ എപ്പോഴാണ് കാണിക്കുന്നത് എന്ന് ചോദിക്കാനാണ് അച്ഛൻ വിളിച്ചത്. ഞാൻ എൻ്റെ സോൾമേറ്റിനെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് പരം പറയുമ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാകും. എന്നിട്ട് സ്റ്റാർട്ടപ്പിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ അച്ഛൻ അവരോട് ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ ചോദിക്കും, നിന്റെ പൈസയോ, അതും എൻ്റേത് തന്നെയല്ലേ, ഇന്ന് വരെ സ്വന്തമായി അധ്വാനിച്ച് നീ 1 രൂപയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. അച്ഛൻ പറഞ്ഞതൊന്നും മൈൻഡാക്കാതെ പരം കോൾ കട്ട് ചെയ്യും. അപ്പോൾ സുന്ദരി വന്ന് പരമനോട് ചോദിക്കും, എൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടിക്ക് നീ വരുമല്ലോ അല്ലേ എന്ന്. അത് കേട്ട് പരം പറയും, ഓഫ് കോഴ്സ്, ഞാനില്ലാതെ നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് എങ്ങനെ നടക്കാനാണെന്ന്. അത് കഴിഞ്ഞ് നൈറ്റിൽ നമ്മളെ പാർട്ടി നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. പരമം ജഗ്ഗിയും അങ്ങോട്ടേക്ക് നല്ലപോലെ ഒരുങ്ങി ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് വേണുവിനെ അവർ മീറ്റ് ചെയ്യും. വേണു പറയും, ഡാൻസ് കളിക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നെർവസ് ആണെന്ന്. പരം അതൊക്കെ എനിക്ക് വിട്ടേക്കൂ എന്ന് പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പാട്ട് തുടങ്ങുകയാണ്. ഇവിടെയാണ് ചുവപ്പ് കളർ സാരി എന്ന് തുടങ്ങുന്ന ആ പാട്ട് വരുന്നത്. പാർട്ടിയും ഡാൻസും ഒക്കെ നല്ലതുപോലെ നടക്കുന്നുണ്ട്. അപ്പോൾ ജഗ്ഗി പരം പറഞ്ഞത് പ്രകാരം വേണുവിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകും. എന്നിട്ട് കുറെ കള്ളു കുടിപ്പിക്കുകയാണ്. അങ്ങനെ പരമം സുന്ദരിയും കൊണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങും. ജഗ്ഗി അമ്മാവൻ ഉൾപ്പെടെ കള്ളു കൊടുത്ത് ബോധം കളയും. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും അടിച്ചു പൊളിക്കുകയാണ്. അപ്പോഴാണ് വേണു കള്ളു കുടിച്ച് ബോധമില്ലാതെ സുന്ദരിയുടെ അടുത്ത് ചെന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇത് കണ്ട് ജലസായ പരം ജഗ്ഗിയോട് ആരും കാണാതെ വേണുവിൻ്റെ മുണ്ട് അഴിച്ചെടുക്കാൻ പറയും. പക്ഷെ ടൈമിംഗ് കുറച്ച് മാറിപ്പോയി. ജഗ്ഗി മുണ്ട് അഴിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴേക്കും പി പോറ്റി അതിനിടയിലേക്ക് ചെന്ന് നിൽക്കും. അയാളുടെ മുണ്ടാണ് ജഗ്ഗി അഴിച്ചെടുക്കുന്നത്. ഇത് കണ്ടിട്ട് പി പോറ്റി ജഗ്ഗിയെ തല്ലാൻ ചെല്ലുകയാണ്. പക്ഷെ ജഗ്ഗി കറക്റ്റ് സമയത്ത് മാറിക്കളയും. പോറ്റിയപ്പോൾ ഒരു പെണ്ണിൻ്റെ ദേഹത്തേക്ക് ചെന്ന് വീഴും. അവളുടെ കയ്യിൽ നിന്നും അയാൾക്ക് നല്ല തല്ല് കിട്ടും. അങ്ങനെ അവിടെ എല്ലാവരും തമ്മിൽ വലിയൊരു കൂട്ടത്തല്ല് തന്നെ നടക്കും. കെന്നഡി ഇതെല്ലാം ഒരിടത്തിരുന്ന് ഒരാപ്പിൾ നിന്ന് ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പോറ്റി ഒരു കുപ്പിയെടുത്ത് വേണുവിനെ നേരെ എറിയുന്നത്. അത് കണ്ട പരം വേണുവിനെ പിടിച്ചു മാറ്റി രക്ഷപ്പെടുത്തും. പക്ഷേ ആ കുപ്പി നേരെ ചെന്ന് കെന്നഡിയുടെ തലക്കിട്ടാണ് കൊള്ളുന്നത്. അയാളുടെ ബോധം പോകും. എല്ലാവരും കൂടി ഓടി കെന്നഡിയുടെ അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് തന്നെ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ജിൻസിയുടെ ക്ലിനിക്കിൽ എത്തിക്കാമെന്ന് എല്ലാവരും തീരുമാനിക്കും. ആ ക്ലിനിക്ക് കുറച്ച് അകലെയായിരുന്നു. പക്ഷേ അപ്പോൾ ജിൻസി പറയും, തനിക്കൊരു കുറുക്ക് വഴി അറിയാമെന്ന്. എന്നിട്ട് പരം കെന്നഡിയെ എടുത്ത് തോളിലിട്ട് ഒരു തോണി തുഴഞ്ഞ് നദി ക്രോസ് ചെയ്ത് ക്ലിനിക്കിലേക്ക് പോവുകയാണ്. ഒപ്പം ജിൻസിയും സുന്ദരിയും അമ്മാവനും വേണുവും ഒക്കെയുണ്ട്. കള്ളു കുടിച്ച് ബോധമില്ലാതെ അമ്മാവൻ ആ ബോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. വേണുവാണെങ്കിൽ ഓവറായിട്ട് കുടിച്ചത് കൊണ്ട് വൊമിറ്റ് ചെയ്യാനും തുടങ്ങും. ഇനി പരം ഒറ്റയ്ക്ക് തുഴഞ്ഞു വേണം ക്ലിനിക്കിലെത്താൻ. പക്ഷേ അവരെ കൊണ്ട് നല്ലപോലെ തുഴയാൻ കഴിയുന്നില്ല. അപ്പോൾ പണ്ട് സുന്ദരി പറഞ്ഞ റിതമിൻ്റെ കാര്യം ഓർമ്മ വരും. പരം ഒരു മൂളിപ്പാട്ടും പാടി വേഗം തന്നെ ബോട്ട് തുഴഞ്ഞ് കെന്നഡിയെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ജിൻസി കെന്നഡിക്ക് പെയിൻ കില്ലറൊക്കെ കൊടുത്ത് സെറ്റാക്കി. എന്നിട്ട് പോകാൻ തുടങ്ങുകയായിരുന്ന പരമിനെ പിടിച്ചു നിർത്തി ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് അവൾ പരമിൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ്. പരം അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജിൻസി വിടുന്നില്ല. അപ്പോഴാണ് സുന്ദരി അവിടേക്ക് വരുന്നത്. അവൾ കാണുന്നത് ഇവർ രണ്ടും ഒന്നിച്ചു നിൽക്കുന്നതാണ്. സോറി, ഞാൻ നോക്കി ചെയ്തിട്ട് വരണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സുന്ദരി അവിടെ നിന്നും വേഗം തന്നെ പോവുകയാണ്. സുന്ദരി തെറ്റിദ്ധരിച്ചു എന്ന് പരമിന് മനസ്സിലാകും. അത് ക്ലിയർ ചെയ്യാൻ പരമ അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എനിക്കൊന്നുമില്ല, വേണു നിങ്ങൾ അന്വേഷിക്കുന്നു ായിരുന്നു അത് പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ് സുന്ദരി അവിടെ നിന്നും പോകും. അപ്പോൾ വേണു അവിടേക്ക് വരികയാണ്. പരമിന് സുന്ദരിയോട് ഇഷ്ടമുണ്ടോ എന്ന് വേണുവിന് സംശയമുണ്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് അയാൾ ചോദിക്കും. പരം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അത് കഴിഞ്ഞ് വേണു പറയും, നിങ്ങൾ കാരണമാണ് കെന്നഡി ഈ ഗതിയിലായത്, അതുകൊണ്ട് ബോട്ട് റേസിൽ കെന്നഡിയുടെ സ്ഥാനം നിങ്ങൾ റീപ്ലേസ് ചെയ്യണമെന്ന്. അമ്മാവനോട് വേണു ഇത് പറയും. അമ്മാവന് ഫൈനൽസിൽ പങ്കെടുക്കാൻ പരമിനെ അനുവദിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ കാണിക്കുകയാണ്. സുന്ദരി 2 സാരികളിൽ ഏത് ചൂസ് ചെയ്യണമെന്നോർത്ത് കൺഫ്യൂസ് ആയി നിൽക്കുകയാണ്. അപ്പോൾ അമ്മു അവിടേക്ക് വരും. അമ്മുവിന് കാര്യം എന്താണെന്ന് മനസ്സിലാകും. വേണുവിനെ ചൂസ് ചെയ്യണോ അതോ പരമിനെ വേണോ എന്ന കൺഫ്യൂഷനിൽ ആണല്ലേ എന്ന് അമ്മ ചോദിക്കും. ആദ്യമൊന്നും സമ്മതിക്കാൻ തയ്യാറാകില്ല എങ്കിലും പരമിന്റെ കാര്യം ഓർത്ത് കൺഫ്യൂഷനിലാണെന്ന് സുന്ദരി അമ്മുവിനോട് പറയും. ജിൻസിയെ
അമ്മയെയും പരമിനെയും ഒന്നിച്ച് കണ്ടത് അവൾക്ക് ഫീൽ ആയിട്ടുണ്ട്. അമ്മ പറയും, ചേച്ചി മനസ്സിലുള്ളത് തുറന്നു പറയൂ, ഒരുപാട് ഓവർത്തിക്ക് ചെയ്യേണ്ട എന്ന്. അപ്പോൾ സുന്ദരി പറയും, ഞാൻ അമ്മയെയും അച്ഛനെയും ബന്ധുക്കളെയും വേണുവിനെയും ഒക്കെ എങ്ങനെ വിഷമിപ്പിക്കാനാണ്? എനിക്ക് പരമിനെ കുറച്ചു നാളായിട്ടേ അറിയുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, അയാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ മുതൽ അയാളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വേണുവിൻ്റെ കൂടെ എല്ലാം പരിചയമുള്ളതുപോലെ സേഫ് ആയിട്ടാണ് തോന്നുന്നത്. എന്നാൽ പരമിൻ്റെ ഒപ്പം എല്ലാം പുതിയതുപോലെ കുറെ എക്സൈറ്റിംഗ് ആയിട്ടാണ് ഫീൽ ആകുന്നത് എന്നൊക്കെ സുന്ദരി പറയുകയാണ്. അത് കഴിഞ്ഞാണ് താൻ ഇത്രയും നേരം എന്താണ് പറഞ്ഞത് എന്ന് സുന്ദരിക്ക് ബോധം വരുന്നത്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഓർത്ത് സങ്കടം വരും. അപ്പോൾ അമ്മു പറയും, ചേച്ചി നിങ്ങൾ എപ്പോഴും ബാക്കിയുള്ളവരുടെ സന്തോഷത്തിനാണ് മുൻഗണന കൊടുത്തത്. ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴല്ലേ ബാക്കിയുള്ളവർക്കും സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ചേച്ചി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ സ്വന്തം സന്തോഷം തിരഞ്ഞെടുക്കുന്നത് തെറ്റല്ല. നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ എന്ന് അമ്മു പറയുകയാണ്. അത് കേട്ടിട്ട് സുന്ദരിക്ക് ഒരുപാട് സന്തോഷമാകും. അവൾ അമ്മുവിനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പരമിനോട് തൻ്റെ ഉള്ളിലെ കാര്യം പറയാൻ തീരുമാനിക്കും. അത് കഴിഞ്ഞ് പരമിനെ കാണിക്കുകയാണ്. പരം താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ അതാ മുറ്റത്ത് അച്ഛൻ വന്ന് നിൽക്കുന്നു. അവരൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. അച്ഛൻ വന്ന ഉടനെ തന്നെ മകന് ഒരുപാട് പൊക്കി സംസാരിക്കുകയാണ്. നിന്റെ ആപ്പ് വർക്കായി, നിനക്ക് സോൾമേറ്റിനെ കിട്ടി, ഞാൻ നിന്നെ ഓർത്ത് ഒരുപാട് പ്രൗഡാണ് എന്നൊക്കെ അച്ഛൻ പറയുകയാണ്. ഇത് പതിവില്ലാത്തതാണല്ലോ എന്ന് പരം വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് വാ വന്ന് അനുഗ്രഹം വാങ്ങിക്കുകയെന്ന് പറഞ്ഞ് അച്ഛൻ പരമിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. പരമാണെങ്കിൽ സന്തോഷത്തോടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞപ്പോഴേക്കും അച്ഛൻ അവനെ പൊതിരെ തല്ലാൻ തുടങ്ങുകയാണ്. ഈ തല ചെറുപ്പത്തിലെ തരികയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരുത്തിനെന്ന് പറഞ്ഞ് അച്ഛൻ അവനെ ചീത്തയും വിളിക്കുന്നുണ്ട്. പരം കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. ശേഖറില്ലേ, ഫൈൻഡ് മൈ സോൾമേറ്റിന്റെ ഐഡിയയും കൊണ്ടുവന്ന അയാളൊരു ഫ്രോഡായിരുന്നു. പരമിന്റെ പണം കൊണ്ട് അയാൾ മുങ്ങി. അച്ഛൻ ഈ കാര്യം പറയുമ്പോൾ പരമൻ ജഗിയും ആദ്യം ഇത് വിശ്വസിക്കില്ല. പക്ഷെ പരമ ശേഖറിനെ കോൾ ചെയ്ത് നോക്കുമ്പോൾ ഈ നമ്പർ നിലവിലില്ല എന്ന് പറയും. വെബ്സൈറ്റ് നോക്കുമ്പോൾ അങ്ങനെ ഒരു സൈറ്റുമില്ല. ശേഖർ തന്നെ പറ്റിച്ചു എന്ന് പരമന് ബോധ്യമാകും. പരമാകെ തകർന്നു പോകും. അച്ഛനാണെങ്കിൽ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറെ പണമുള്ളതിൻ്റെ അഹങ്കാരമാണ്. ആപ്പിൻ്റെ പിന്നാലെ നടന്ന് നീ ഒരു പെൺകുട്ടിയുടെ ഫീലിങ്സ് വെച്ചാണ് കളിച്ചത്. നിന്നെ കൊണ്ട് പൈസ കളയാം എന്നല്ലാതെ ഒന്നിനും കൊള്ളത്തില്ല. 3 പേരുടെ ലൈഫാണ് നീ നശിപ്പിക്കുന്നത് എന്നൊക്കെ അച്ഛൻ ദേഷ്യത്തോടെ പറയുകയാണ്. പരം ഇതെല്ലാം കേട്ടിട്ട് ടെൻഷനായി പറയും, അച്ഛ നിങ്ങളിങ്ങനെ ചീത്ത വിളിക്കുന്നത് നിർത്ത്. പൈസ പോയതിനേക്കാളും ഞാൻ ആകപ്പാട് കൺഫ്യൂഷനിലാണ് ഇപ്പോൾ. ആ ആപ്പ് ഫ്രോഡായിരുന്നെങ്കിൽ സുന്ദരിയോടുള്ള എൻ്റെ ഫീലിങ്സ് ഒക്കെ കള്ളമാണോ എന്ന് പരം ചോദിക്കും. അച്ഛനത് കേട്ട് പറയും, ഇത് കൊള്ളാലോ, ആപ്പ് പറഞ്ഞപ്പോൾ സോൾമേറ്റ് അല്ലെങ്കിൽ ചെക്ക് മേറ്റ്. നീ ആ പെൺകുട്ടിയെ കൂടി കൺഫ്യൂസ് ആക്കുമല്ലോ. ഇന്ന് നീ എല്ലാ ലിമിറ്റും ക്രോസ് ചെയ്തു. ഇപ്പോൾ തന്നെ നീ മര്യാദയ്ക്ക് എൻ്റെ കൂടെ തിരിച്ചു വന്നോണം. അതിനു മുന്നേ നീ ആ പെൺകുട്ടിയോട് എല്ലാ സത്യവും തുറന്നു പറയുകയും ചെയ്യണമെന്ന്. അപ്പോഴാണ് അവിടേക്ക് സുന്ദരി വരുന്നത്. എല്ലാവരും പെട്ടെന്ന് ഷോക്കായി പോകും. സുന്ദരിയാണ് പരമന്റെ സോൾമേറ്റ് എന്നറിയുമ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സുന്ദരി അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവൾ അച്ഛൻ്റെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. എന്നിട്ട് പരം സുന്ദരിയെ കൂട്ടിക്കൊണ്ട് സംസാരിക്കാൻ പോവുകയാണ്. സുന്ദരി തനിക്ക് പരമനെ ഇഷ്ടമാണെന്ന് പറയാൻ വന്നതാണ്. അങ്ങനെ പരം ധൈര്യം സംഭരിച്ച് സത്യം പറയാൻ തുടങ്ങും. പരം പറയും, ഞാനിവിടെ ട്രാവൽ ചെയ്യാനോ കൾച്ചർ പഠിക്കാനോ ഒന്നും വന്നതല്ല. ഞാനൊരു ഇൻവെസ്റ്ററാണ്. ഒരു ഡേറ്റിംഗ് ആപ്പിൽ ഞാൻ റീസെൻ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ആ ആപ്പിൻ്റെ ഡേറ്റ പ്രകാരം താൻ എൻ്റെ സോൾമേറ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ തുടങ്ങിയ എല്ലാ ബിസിനസ്സും ഫെയിലായി. അതുകൊണ്ട് ഇതെങ്കിലും സക്സസ് ആണെന്ന് എനിക്ക് അച്ഛനോട് പ്രൂവ് ചെയ്യണമായിരുന്നു. അപ്പോഴേ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴിതാ ആ ആപ്പ് ഫേക്ക് ആയിരുന്നു എന്ന് തെളിഞ്ഞു. എൻ്റെ പണമെല്ലാം പോയി. പക്ഷെ സുന്ദരിനെ കണ്ട നിമിഷം തന്നെ താൻ എൻ്റെ സോൾമേറ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കൂടാതെ ഇത്രയും സമയം നമ്മൾ ഒന്നിച്ച് ചിലവഴിച്ചപ്പോൾ എന്ന് പറഞ്ഞ് തൻ്റെ ലവ് കൺഫസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും സുന്ദരി ഇനിയൊന്നും പറയേണ്ട എന്ന് ദേഷ്യത്തിൽ പറയും. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി ഇവിടെ നിൽക്കേണ്ട, പൊക്കോളൂ എന്ന് സുന്ദരി പറയും. പാരം തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് വിചാരിച്ച് സുന്ദരിക്ക് ആകെ സങ്കടമായി. പാരം അങ്ങനെ അവളോട് സോറി പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. സുന്ദരിയും തനിക്ക് പരമിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അയാളോട് തുറന്നു പറയില്ല. രണ്ടുപേർക്കും ഒരുപാട് വിഷമമാകുന്നുണ്ട്. പരം അങ്ങനെ തിരികെ ഡൽഹിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. ജഗ്ഗിയോടും ബാഗ് പാക്ക് ചെയ്യാൻ പറയും. പക്ഷെ ജഗ്ഗി പറയും, നിനക്ക് നിന്റെ ഫീലിങ്സിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫീലിങ്സിനെ വിശ്വസിക്കുന്നുണ്ട്. പാർവതി എൻ്റെ സോൾമേറ്റ് ആണ്. എനിക്ക് അവളെ വിട്ടിട്ട് വരാൻ കഴിയില്ല എന്ന്. അത് കേട്ട് പരം ഷോക്കായി പോകും. ഞാൻ പാർവതിയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തവണ നീ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഡീൽ ചെയ്യണം, സോറി എന്ന് പറഞ്ഞിട്ട് ജഗ്ഗി അവിടെ നിന്ന് പോകും. പരമിന് ഒന്നുകൂടെ വിഷമമാകും. അങ്ങനെ അച്ഛനും പരമും കൂടി രാത്രിയിൽ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴാണ് വേണു ഫാമിലി ബാക്കി നാട്ടുകാരും കൂടി ആ വഴി വരുന്നത്. അവർ സുന്ദരിയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു. പരം തിരിച്ചു പോവാണെന്ന് അറിയുമ്പോൾ അവർ നാളത്തെ ശങ്കരൻ ട്രോഫി കഴിയാതെ ഒരിടത്തേക്ക് വിടില്ല എന്ന് പറയും. അച്ഛനെയും എല്ലാവരും കൂടി കൺവിൻസ് ചെയ്യും. അപ്പോൾ അച്ഛനും പരമിനെ നാളെ മത്സരത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കും. അങ്ങനെ എല്ലാവരും കൂടി തലേ ദിവസത്തെ ചടങ്ങുകൾക്കായി സുന്ദരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് ആ ചടങ്ങുകൾ നടക്കുന്നതാണ് കാണിക്കുന്നത്. പരമും അതിൽ പങ്കെടുക്കുന്നുണ്ട്.
പരസ്പരം കാണുമ്പോൾ രണ്ടുപേർക്കും വിഷമമാകുന്നുണ്ട്. അച്ഛനും ഇതെല്ലാം കണ്ടിട്ട് ഒരുപാട് സങ്കടം വരും. അങ്ങനെ സങ്കടം കാരണം പരം അവിടെ നിന്നും മാറിപ്പോവുകയാണ്. സുന്ദരി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നടക്കുന്ന ബോട്ട് റേസ് കാണിക്കുകയാണ്. വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. പക്ഷേ പരമിന്റെ ഒക്കെ ടീമാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. പരമിന് സങ്കടം കാരണം മര്യാദയ്ക്ക് തുഴയാൻ പോലും പറ്റുന്നില്ല. എല്ലാ നാട്ടുകാർക്കും തങ്ങൾ റേസിൽ തോൽക്കും എന്നോർത്തിട്ട് ഭയങ്കര വിഷമമാകും. സുന്ദരിയും ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ്. കരയിൽ നിന്നും അച്ഛൻ ഉൾപ്പെടെ പരമിനെയും ടീമിനെയും എല്ലാവരും cheer ചെയ്യുന്നുണ്ട്. വിഷമിച്ചു നിൽക്കുന്ന സുന്ദരിയെ കാണുമ്പോഴാണ് പരമിന് അവൾ പറഞ്ഞ റിതമിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ അവൻ ഒരു ഹിന്ദി പാട്ട് പാടാൻ തുടങ്ങും. കൂടെയുള്ളവർ അത് ഏറ്റുപാടും. അവർ ഒരേ രഥത്തിൽ തുഴയാൻ തുടങ്ങും. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ലീഡ് ചെയ്യും. അത് കണ്ടിട്ട് നാട്ടുകാർക്കും സുന്ദരിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ പരമിന്റെ ഒക്കെ നങ്ങ്യാർ കുളങ്ങര ടീം തന്നെ ശങ്കരൻ ട്രോഫി ചാമ്പ്യൻസ് ആകും. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകും. 5 വർഷത്തിന് ശേഷമാണ് ട്രോഫി നങ്ങ്യാർ കുളങ്ങരയ്ക്ക് കിട്ടുന്നത്. അതിന്റെ ആഘോഷത്തിലാണ് എല്ലാവരും. വേണു ഓടി ചെന്ന് സുന്ദരി കെട്ടിപ്പിടിക്കുന്നുണ്ട്. പരം ഇത് കണ്ട് അവിടെ ഇങ്ങനെ മുഖം വാടി നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പരം അച്ഛനൊപ്പം തിരികെ പോകാൻ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പരമിനും സുന്ദരിക്കും പരസ്പരം ഇഷ്ടമാണെന്ന് അച്ഛന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചോദിക്കും, നീ നിന്റെ പ്രണയത്തെ വിട്ട് കളഞ്ഞിട്ട് പോവുകയാണല്ലേ എന്ന്. അത് കേട്ട് പരം അച്ഛനോട് തിരിച്ചു ചോദിക്കും, ഞാനാണോ അച്ഛനല്ലേ ഞാൻ ആൾക്കാരുടെ ലൈഫ് നശിപ്പിക്കുവാണെന്നൊക്കെ പറഞ്ഞതേ എന്ന്. അച്ഛൻ അത് കേട്ടിട്ട് ചോദിക്കും, ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ നീ എന്നു മുതലാണ് ഞാൻ പറഞ്ഞത് കേൾക്കാൻ തുടങ്ങിയത് എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എടാ മണ്ട, സോൾമേറ്റ് നിന്റെ ഫോണല്ല നിന്റെ സോളാണ് ചൂസ് ചെയ്യുന്നത്. ഈ പ്ലെയിനിൽ നീ കയറിക്കഴിഞ്ഞാൽ സുന്ദരിയുടെ വിവാഹം കഴിഞ്ഞായിരിക്കും നീ അതിൽ നിന്നും ഇറങ്ങുന്നത്. റോങ് ആപ്പ് നിന്നെ റൈറ്റ് പെൺകുട്ടിയിലേക്ക് എത്തിച്ചു. ഇതോർത്ത് നീ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് അച്ഛൻ പരമിനോട് സുന്ദരിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ്. അച്ഛനൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് പരം അവിടെ നിന്ന് വേഗം തന്നെ സുന്ദരിയുടെ വീട്ടിലേക്ക് ഓടുകയാണ്. അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് നല്ല മുണ്ടും ജുബയും ഒക്കെ ധരിച്ച് ഒരു മലയാളി പയ്യനായി സുന്ദരിയെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ വീട്ടിലേക്ക് ചെല്ലുന്ന പരമിനെയാണ്. അമ്മാവനും ആളുകളും കാണാതെ സുന്ദരിയുടെ അടുത്തേക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് പരം ഒരു കയറും കൊണ്ട് തെങ്ങിൽ കയറി സുന്ദരിയുടെ റൂമിന് അടുത്തെത്തും. സുന്ദരി ആണെങ്കിൽ ഈ സമയം വിവാഹത്തിന് റെഡിയായിരിക്കുകയായിരുന്നു. അവൾ പരമിന്റെ ഒപ്പമുള്ള ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആക്കുകയായിരുന്നു. അപ്പോഴാണ് പരം തെങ്ങിൽ വലിഞ്ഞു കയറി ഫോട്ടോ ഒന്നും ഡിലീറ്റ് ആക്കല്ലേ എന്ന് പറയുന്നത്. പരമിനെ അങ്ങനെ തെങ്ങിന്റെ മുകളിൽ പെട്ടെന്ന് കാണുമ്പോൾ സുന്ദരി ഞെട്ടിപ്പോകും. പരം തന്റെ മനസ്സിലുള്ള കാര്യമെല്ലാം സുന്ദരിയോട് തുറന്നു പറയും. സുന്ദരിയാണെങ്കിൽ ആദ്യം പരമിനെ അവൻ ചെയ്തതിനെല്ലാം ഒരുപാട് ചീത്ത പറയും. അതിനെല്ലാം പരം അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും സുന്ദരി പരം പറയുന്നത് അംഗീകരിക്കില്ല. അവൾ പറയും ഇന്ന് തന്റെ വിവാഹമാണെന്ന്. അത് കേട്ട് പരം പറയുകയാണ്, സുന്ദരി, നീയാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്നത്. നീ കാരണമാണ് എനിക്ക് എന്നെ തന്നെ മനസ്സിലായത്. നിനക്ക് മോഹിനിയാട്ടം എങ്ങനെയാണ് അതുപോലെയാണ് എനിക്ക് നീയും. എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. ഇതെല്ലാം കേട്ട് സുന്ദരിയുടെ മനസ്സലിയുന്നുണ്ട്. അവളുടെ കണ്ണു നിറഞ്ഞു വരും. അപ്പോഴാണ് അമ്മാവനിടയ്ക്ക് കയറി വരുന്നത്. പരം സുന്ദരിയെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് അമ്മാവൻ മനസ്സിലാക്കും. അമ്മാവൻ അവനെ തെങ്ങിൽ നിന്നും നിലത്തേക്ക് എറിഞ്ഞു വീഴ്ത്തും. എന്നിട്ട് നാട്ടുകാരും കെന്നഡിയും ആളുകളും എല്ലാം കൂടെ പരമിനെ തല്ലാൻ വേണ്ടി ഓടിക്കുകയാണ്. ജഗ്ഗി അവനെ സഹായിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ പരം എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് സുന്ദരിയുടെ റൂമിലെത്തും. സുന്ദരി അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ സുന്ദരി കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേണു റൂം തുറന്നു വരുന്നത്. ആളുകളാണെങ്കിൽ പരം അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അവരുടെ നേരെ കത്തിയൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അമ്മാവന്റെ ആളുകൾ അവിടേക്ക് കയറി വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്നതിന് മുന്നേ പരം സുന്ദരിയോട് പറയും, നിന്നെ ഞാൻ എന്റെ ഭാര്യയാക്കാതെ കേരളത്തിൽ നിന്നും പോകില്ല എന്ന്. സുന്ദരി ഇത് കേട്ട് പരമിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് വേണു തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. വേണു പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഈ കല്യാണം നിന്റേത് കൂടിയാണ്. നീയാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാനോ നിന്റെ അമ്മാവനോ മറ്റാളുകളോ ഒന്നുമല്ല, നീ മാത്രമാണ്. പരമിനോട് തല്ലുകൂടുന്നത് പോലെ നീ ഇതുവരെ എന്നോട് തല്ലുകൂടിയിട്ടില്ല. ചെറിയ വഴക്കും പരിഭവങ്ങളും ഇല്ലാത്ത ഒരു ബന്ധം ശരിക്കും സത്യമാണോ എന്ന് വേണു ചോദിക്കും. അപ്പോൾ സുന്ദരിക്കും കൺഫ്യൂഷനൊക്കെ മാറിക്കിട്ടി. അത് കഴിഞ്ഞ് നമ്മളെ ആളുകളെല്ലാം കൂടി പരമിനെ തല്ലാൻ വേണ്ടി ഇട്ട് ഓടിക്കുന്നതാണ് കാണിക്കുന്നത്. ഈ സീനാണ് ഫിലിമിന്റെ തുടക്കത്തിലുള്ളത്. അങ്ങനെ പരം ഓടി ഓടി കായലിന് മുന്നിലാണ് എത്തുന്നത്. രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നുമില്ലാതെ അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയാണ്. അപ്പോൾ പരം നോക്കുമ്പോൾ അതാ സുന്ദരി ഒരു കുട്ടവഞ്ചിയും തുഴഞ്ഞു വരികയാണ്. പരമിനെ രക്ഷിക്കാനാണ് അവൾ വന്നത്. പരം നീന്തി അതിലേക്ക് കയറും. ഈ സമയം ആളുകളാണെങ്കിൽ കരയിൽ പരമിനെ കയ്യിൽ കിട്ടാൻ കാത്തിരിക്കുകയാണ്. അച്ഛനും ജഗ്ഗിയും അമ്മവും ഒക്കെ അവിടേക്ക് വന്നിട്ടുണ്ട്. നനഞ്ഞു കുളിച്ചിരിക്കുന്ന പരമിനെ കണ്ടിട്ട് അവൾക്ക് ചിരിയടക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പരം ചോദിക്കും, ഫുൾ നങ്ങ്യാർകുളങ്ങര എന്നെ ഇട്ട് ഓടിക്കുമ്പോൾ താനിങ്ങനെ ചിരിക്കുകയാണോ എന്ന്. പരം ഇപ്പോൾ മര്യാദയ്ക്ക് നങ്ങ്യാർകുളങ്ങര എന്നൊക്കെ പറയാൻ പഠിച്ചു. സുന്ദരി അപ്പോൾ പറയും, ഇവരെ സ്റ്റോപ്പ് ചെയ്യാൻ തൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ടെന്ന്. എന്നിട്ട് പരമിനെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കും, ഇതുവരെ ബോട്ടിൽ വെച്ച് എന്തെങ്കിലും നോട്ടിയായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. പരം അതിന് ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറയും. സുന്ദരി പറയും, ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അതെപ്പോഴാണെന്ന് പരം ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് സുന്ദരി പരമിനെ കിസ് ചെയ്യുകയാണ്. ഫുൾ നാട്ടുകാരും ഇത് കാണും. പരം അപ്പോൾ പറയും, എൻ്റെ ബ്രെയിൻ കാലി കോക്കനട്ട് പോലെയും ഹൃദയം കള്ളു കുടിച്ച് ഫിറ്റായതുപോലെയും ഡാൻസ് കളിക്കുകയാണെന്ന്. സുന്ദരി അത് കേട്ട് പൊട്ടിച്ചിരിക്കും. എന്നിട്ട് പരം അവളെ കിസ് ചെയ്യുകയാണ്. ഇത് കണ്ട് അച്ഛൻ കരയിൽ നിന്നും
അഭിമാനം കൊള്ളുന്നുണ്ട്. അമ്മു ആണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങും. ജഗ്ഗി പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അമ്മുവിന്റെ കണ്ണു പൊത്തിപ്പിടിക്കും. അങ്ങനെ രണ്ടുപേരും ആ കായലിന് നടുവിൽ വെച്ച് കിസ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഫിലിം അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് പരമും സുന്ദരിയും കൂടി മഴയത്തൊന്നിച്ചുള്ള ഒരു റൊമാൻറ്റിക് സോങ്ങും കാണിച്ചുകൊണ്ട് സിനിമ എൻഡാകും. ഈ ഫിലിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.